മുടിയാട്ടും കടലും കണ്ടേ കലിയാടണ കാടും കണ്ടേ. എന്തോ റഹ്മാൻ സാറിൻ്റെ ഒരു വിളി വന്ന് പോകാൻ പറ്റിയില്ല, അന്ന് വയ്യാണ്ടായി പോയി. ശബ്ദമില്ല സാർ, ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് വിളിക്കുന്നത്. എംബ്രാനിലേക്ക് പാടി കഴിഞ്ഞിട്ട് പുള്ളി ഫോണിൽ സംസാരിച്ചിരുന്നു. അളിയാ അപ്പം തന്നെ സ്കൂൾ മോഡലോട്ട് അവിയൽ തന്നെയാണ്. നമ്മുടെ ഭാഷയിലും വേൾഡ് ക്ലാസ് മ്യൂസിക് ചെയ്യാമെന്ന് കാണിച്ചു തന്നത് അവർ തന്നെയാണ്. ചുറ്റുമുള്ള ഒരു വിഷമമില്ലെന്ന് ചോദിക്കുമ്പോൾ വിഷമം ഉണ്ടല്ലേ, ആ ഒരു സാധനം. മലയാളം ചിത്രയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ചിത്രയെ കൊണ്ട് പാടിച്ചാൽ മതി ജോബേ, ഓർമ്മിക്കില്ലേ പൊന്നെ. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞ പദയാത്ര ശരിക്കും ആൾക്കാരിലേക്ക് എത്തുന്നത്. റൈഡേഴ്സിന് വലിയൊരു പങ്കുണ്ട് അതിൽ. വെൽക്കം ജോബ് ടു ഡയലോഗ്സ്. നമസ്കാരം. നമുക്ക് ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് നിന്ന് തുടങ്ങാം. ജോബ് ഒരു പ്ലാന്റേഷൻ അഗ്രികൾച്ചർ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്ന ഫാമിലിയിൽ നിന്നാണ്. അപ്പോൾ ഈ മ്യൂസിക്കിലേക്ക് എങ്ങനെ കടന്നു വരുന്നത്? മ്യൂസിക്കിലേക്ക് എല്ലാവരും എന്താ പറയുക, മ്യൂസിക് അഫിനിറ്റി ഉള്ള ഫാമിലിയാണ്. എൻ്റെ ഫാദർ ഉൾപ്പെടെ എൻ്റെ ചിറ്റപ്പന്മാർ പേരപ്പന്മാർ എല്ലാവരും പാടുകയും ഒക്കെ ചെയ്യും. കുട്ടനാട്ടുകാരാണ് അടിസ്ഥാനമായിട്ട്, ട്രിവാൻഡ്രത്ത് സെറ്റിൽഡ്. അപ്പോൾ പണ്ട് റാഫി സാഹിബിൻ്റെ പാട്ടുകളും മുകേഷ് കിഷോർ അവരൊക്കെ ഇങ്ങനെ, ദാസാറിൻ്റെ പഴയ പാട്ടുകൾ ഇങ്ങനെ റേഡിയോയിൽ അവർ അവിടെ കുട്ടനാട്ടിൽ ഇരുന്ന് കേട്ട് വന്നൊരു അത്രയും മ്യൂസിക് ഇഷ്ടമുള്ളൂ. പക്ഷെ അവർക്ക് ആർക്കും പഠിക്കാനുള്ള ഒരു ഭാഗ്യമോ ഒന്നും കിട്ടി. അന്ന് അവിടുത്തെ സാഹചര്യം അങ്ങനെയാണ്. അപ്പോൾ ട്രിവാൻഡ്രത്തേക്ക് മൈഗ്രേറ്റഡ് ആയപ്പം മൈ ഫാദർ ലക്കലി തോട്ട് ദാറ്റ് ഇറ്റ്സ് മൈ ബ്ലെസ്സിങ്, എൻ്റെ ഭാഗ്യം എന്ന് പറയാം. അപ്പോൾ ആർക്കെങ്കിലും അടുത്ത തലമുറയിൽ പാടാൻ കഴിവുണ്ടെങ്കിലോ അല്ലെങ്കിൽ അഫിനിറ്റി ഉണ്ടെങ്കിൽ പഠിപ്പിക്കണം. അങ്ങനെ തിരുവനന്തപുരം ആകുമ്പോൾ ക്യാപിറ്റൽ ഓഫ് എന്താ പറയുക സിറ്റി അല്ല കേരളമാണ്. അതുപോലെ അല്ല അന്നൊക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആർട്ടിസ്റ്റുകൾ ഒന്ന് സെറ്റിൽ ചെയ്തിരുന്ന സ്ഥലമൊക്കെ തിരുവനന്തപുരം ആയതുകൊണ്ട് ഒത്തിരി ടീച്ചേഴ്സും പഠിപ്പിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഐ വാസ് ലക്കി ടു ഗെറ്റ് എ ഗുഡ് ടീച്ചർ. സുരേന്ദ്രൻ മാസ്റ്റർ വന്നിട്ട് വീടിൻ്റെ അടുത്തുള്ള സാറ് വന്ന് വീട്ടിൽ വന്ന് പഠിപ്പിക്കുമായിരുന്നു 2ാം ക്ലാസ് മുതൽ. അപ്പോൾ അതാണ് ഒരു ടേണിംഗ് പോയിന്റ്. ലിറ്ററലി നമുക്ക് പറയാം കൊച്ചിലെ ഒരു ബേസ് കിട്ടുക, അല്ലെങ്കിൽ അത് എൻ്റെ ഫാദറിന് തോന്നിയതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റി. അപ്പോൾ അങ്ങനെയാണ് മ്യൂസിക്കിലേക്ക് വരുന്നത്. അപ്പോൾ അവർക്കൊക്കെ ആഗ്രഹം കഴിവുണ്ടെങ്കിൽ അത് വളർത്തണം. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ പാട്ടുകൾ കേൾപ്പിക്കുന്നൊരു ഫാദർ പണ്ട് പോലെ ഒത്തിരി പാട്ടുകൾ ഇങ്ങനെ കേൾപ്പിക്കും, പുള്ളിക്ക് ഇഷ്ടമുള്ള. പിന്നെ അതുപോലെ എല്ലാവരും ചിറ്റപ്പൻ വയലിൻ വായിക്കും, മൗത്ത് ഓർഗൻ, എല്ലാവരും പ്രൊഫഷണൽസായിട്ട് ആരും ഇല്ലെങ്കിലും ഒത്തിരി എല്ലാവർക്കും ഇഷ്ടമാണ്. ചെറുപ്പത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് സിംഗേഴ്സ്? ഉറപ്പായിട്ടും റാഫി സാബാണ് എൻ്റെ ഏറ്റവും ചൈൽഡ്ഹുഡ് ഏറ്റവും കൂടുതൽ ഞാൻ കേട്ട് വന്നിരുന്നത് പാട്ടുകാരിൽ. പിന്നെ ഉറപ്പായിട്ടും എനിക്ക് ആ പഴയ ഹിന്ദി പാട്ടുകളോടൊക്കെ ഭയങ്കര സ്നേഹമാണ്, ഇഷ്ടം ഇപ്പോഴും. പിന്നെ ഉറപ്പായിട്ടും ദാസാർ, ചിത്രേച്ചി, ഇങ്ങനെ ലെജൻസ് കിടക്കല്ല, നമുക്ക് ഒരു പഞ്ഞവുമില്ല. പാട്ടുകാർ മാത്രമല്ല, ഞാൻ കൂടുതൽ മ്യൂസിക് കമ്പോസേഴ്സ് ഒത്തിരി പേരെ അഡ്മയർ കൂടുതൽ കേട്ടിരുന്നു. അങ്ങനെ വെച്ചാൽ ഇപ്പം ബാബുരാജ് മാസ്റ്റർ പാട്ടുകൾ മുതൽ ദേവരാജ് മാസ്റ്റർ, ജോൺസ് മാസ്റ്ററാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. കാര്യം മേ ബി മൈ ചൈൽഡ്ഹുഡ് ഇസ് ഫുൾ ഓഫ് ഹിസ് മ്യൂസിക്. മൊത്തം നമ്മൾ കണ്ടിരുന്ന ഇഷ്ടപ്പെട്ട സിനിമകളെല്ലാം നോക്കുമ്പോഴേക്കും പശ്ചാത്തല സംഗീതം ജോൺസൺ, അത് പശ്ചാത്തല ബാക്ക്ഗ്രൗണ്ട് സ്കോറ്, പാട്ടുകൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് രണ്ടും തിരിച്ചറിയാത്ത വിധം പുള്ളി ചെയ്യുമായിരുന്നു. അതായത് ഒരു അത്രയും ഇഴുകിച്ചേർന്ന സിനിമയായിട്ട് പോകുന്നൊരു മ്യൂസിക്കാണ് പുള്ളിയുടെ. അപ്പോൾ ഞാൻ പുള്ളിയുടെ കോർ എൻ്റെ ഏറ്റവും വലിയ അഭിലാഷമാണ് പുള്ളിയോട് ഒന്ന് കുറച്ചേരം ഇരിക്കണം എന്നുള്ളത്. പക്ഷേ സാധിച്ചില്ല. ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇങ്ങനെ നോട്ടം കണ്ടിട്ടുണ്ട്, അത് തന്നെ വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. അപ്പോൾ അങ്ങനെ മ്യൂസിക് അഫിനിറ്റി അങ്ങനെ വന്നതാണ്. പിന്നെ ഉറപ്പായിട്ടും നമുക്കെല്ലാം പിന്നെ വേറൊരു ഇത് വന്നത് ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയാനുള്ളത് നെടുമുടി വേണുങ്ങളുമായിട്ട് വളരെ അടുപ്പമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട് എൻ്റെ വീടുമായിട്ട് വളരെ അടുത്ത, എൻ്റെ മകൻ ആത്മമിത്രമാണ്. അപ്പോൾ അവിടെ ചൈൽഡ്ഹുഡിൻ്റെ നല്ലൊരു ശതമാനം ചിലവഴിച്ചിട്ടുണ്ട്. ആ വീട് എൻ്റെ പകുതി സമയം എൻ്റെ വീട്ടിൽ പകുതി അവിടെ ആയിട്ടാണ് പോയിരിക്കുന്നത്. അപ്പം ഉറപ്പായിട്ടും ആ ഇൻഫ്ലുവൻസസ് വരുമല്ലോ. അവിടെ വരുന്ന കലാകാരന്മാർ, മ്യൂസിക്, കഥകളി സംഗീതം, സോപാന സംഗീതം എല്ലാം പുള്ളി ഒത്തിരി തരുമായിരുന്നു. എടാ ഇത് കേക്ക്, MDR കച്ചേരി വരണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒത്തിരിയാണ് അങ്കിളുടെ കൂടെ പോവുക, അങ്ങനെ ഒത്തിരി പരിപാടിക്ക് ഞങ്ങൾ കൂടെ പോവുമായിരുന്നു. ഈ അടുപ്പം
കാരണമാണോ ലൈക്ക് ഇരുതല പക്ഷിയില് ഞങ്ങളെ പാടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മളാരും കേൾക്കാത്ത അല്ലെങ്കിൽ കാണാത്ത ഒരു സൈഡാണ് അതില് നെടുമുടി വേണുവിടെ. ബാക്ക്ഗ്രൗണ്ടില് ഇലക്ട്രിക് ഗിറ്റാറും വളരെ ബ്ലൂസി ആയിട്ടുള്ളൊരു ട്രാക്ക്. അപ്പം എൻ്റെ മനസ്സിൽ ഒരു സ്റ്റോറി ടെല്ലർ വേണമെങ്കിൽ ഇത് പാടിയ പുള്ളിയെ കഴിഞ്ഞുള്ള ആ പഴമയുടെ ഒരു സംഭവം, കഥ പറച്ചിലിൻ്റെ ഒരു ശൈലിയും. അപ്പോൾ അങ്കിളിനെ കണ്ട് ഞാൻ പറഞ്ഞു അങ്കിളെ ഇതിൻ്റെ സംഭവം. എന്നിട്ട് ഒരുമിച്ചിരുന്ന് എങ്ങനെയൊരു ചന്ദ്രശേഖരൻ ചേട്ടനാണ് എഴുതിയത്. ചേട്ടനും ഞാനും ശരണും കൂടെ പോയി അങ്കിളിൻ്റെ അടുത്ത് പോയി ഇരുന്ന് ഒരു ദിവസം എടുത്ത് എഴുതി. പുള്ളിയുടെ സജഷൻസും ഒക്കെ ഉണ്ട് ലിറിക്സിലും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം പാടുന്നൊക്കെ മറ്റേ സോ ഫാസ്റ്റാണ് എന്ന് വെച്ചാൽ. ബട്ട് അവർ അത്രയും ബാങ് ഓൺ ആണ്. അവർ ചെയ്യാൻ പറ്റുന്നത് മാക്സിമം വിത്തിൻ ലെസ് ടൈം അവർ തന്നിരിക്കും. എന്നിട്ട് അങ്കിൾ പോകുമ്പോൾ പറഞ്ഞ് ക്യാഷ് ചെമ്പ് പൊതിഞ്ഞെത്തിച്ചേക്കണം കേട്ടോ, തമാശ വിളിച്ചു. അപ്പോൾ അങ്കിള് അത് സഹകരിച്ചു. അതിൽ പുള്ളി ഒരു വലിയ ഇൻഫ്ലുവൻസാണ്. പുള്ളി വഴി കാവാലം നാരായണ പണിക്കർ സാറിനോട് കുറേ ഇരിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, മുല്ലപ്പൂമ്പിടിയായിട്ട് കിടക്കുമ്പോൾ അതുപോലെയല്ല, നമ്മളെ കല്ലായിട്ട് കൂടെ കേട്ടിരുന്നാൽ മാത്രം മതി. ഇവരൊക്കെ പറയുന്നതും അവരുടെ തോട്ട് വിഷൻ അബൌട്ട് ലൈഫ് അതൊക്കെ എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. എൻ്റെ ഫാമിലിയോടൊപ്പം തന്നെ ഇതുമൊക്കെ ലൈക്ക് മേജർ ഇൻഫ്ലുവൻസസ്. സൂപ്പർ സ്റ്റാർ ഒരു ഭയങ്കര സ്പെഷ്യൽ ഫേസ് പോയിന്റ്. ജോയിൻ ചെയ്യാൻ തോന്നാൻ കാരണം ഞാൻ ഓടി രക്ഷപ്പെട്ട ആളാണ്. ഞാൻ ആക്ച്വലി അതിൽ പോകേണ്ട ആളേ അല്ല. അതാണ് എൻ്റെ ഓരോ നിമിത്തം നമ്മൾ വിശ്വസിക്കേണ്ടി വരും എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഇങ്ങനത്തെ കോമ്പറ്റീഷൻസ്, റിയാലിറ്റി ഷോ ഒന്നും എനിക്ക് പറ്റുന്ന ആളല്ല. ഞാൻ ഭയങ്കര ടെൻഷനുള്ള ആളാണ്. എനിക്ക് ഇങ്ങനത്തെ കോമ്പറ്റീഷൻസ് പോയി ആ പ്രഷറൊന്നും ഹാൻഡിൽ ചെയ്യാനുള്ള മനക്കെട്ടില്ല. വളരെ സോഫ്റ്റ്. സ്കൂളിലൊക്കെ തോറ്റ് നല്ല ശീലമാണ്. അതുകൊണ്ട് ആ തോൽവി എനിക്ക് വിഷയമല്ല. അതൊന്നുമല്ല എൻ്റെ പ്രശ്നം. എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ബേസിക്കലി ആർട്ടിസ്റ്റ് അങ്ങനെ ഒരു കോമ്പറ്റീറ്റീവ് എലിമെൻ്റ് ആവണോ എന്നുള്ളതൊരു കാഴ്ചപ്പാട് ഉള്ളിലുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ചുറ്റും നടക്കുന്നത് ഇങ്ങനെ കോമ്പറ്റീഷൻസാണ്. അപ്പം നമ്മളതിൽ ഭാഗമായി പോയി എന്നുള്ളതാണ്. അല്ലാതെ ഞാൻ പോയി കോമ്പീറ്റ് ചെയ്ത് ഫസ്റ്റ് അടിച്ച് അങ്ങനത്തെ ഒരിക്കലും ഞാൻ അങ്ങനത്തെ ഒരാളല്ല. പക്ഷേ അതിൽ ചെന്ന് പെട്ടു. അതാണ് ഞാൻ പറഞ്ഞത്. അത് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ചേട്ടനുണ്ട്, സജി എന്ന് പറഞ്ഞത്. അപ്പോൾ പുള്ളി പറഞ്ഞു, എടാ ഇങ്ങനൊരു ഷോ സൂപ്പർ സ്റ്റാർ എന്നൊരു ഷോ വരുന്നുണ്ട്, അതിലിങ്ങനെ സാധാരണ നടക്കുന്ന വ്യത്യസ്തമായ എന്തൊക്കെയാണ്, നീ ചെല്ലണം. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഈ കരോക്കെയൊക്കെ പാടി നടക്കുന്ന സമയത്ത് കരോക്കെ CDs ഒപ്പിക്കും. എന്നിട്ട് സ്റ്റുഡിയോയിൽ പോയി കരോക്കയിൽ പാടുന്നു. എന്നിട്ട് അത് നമ്മുടെ കോളേജിൽ കൊടുക്കുന്നു, ഷൈൻ ചെയ്യുന്നു. ഇങ്ങനത്തെയൊക്കെ ഒരു സമയം അങ്ങനെയല്ല, അത് സന്തോഷം. അപ്പോൾ ആ സമയത്താണ് പിന്നെ എഞ്ചിനീയറിംഗാണ് പഠിച്ചത്, ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജി. അത് കഴിഞ്ഞിട്ട് ഉദയസമുദ്രം എന്ന കോവളത്തൊരു ഹോട്ടലിൽ അവിടുത്തെ ബാൻഡിൻ്റെ കൂടെ ഞാനൊരു 6-7 മാസം പാടിയിരുന്നു, ഗ്രീൻ ഹാർട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സമയത്താണ് സൂപ്പർ സ്റ്റാർ എൻ്റെ ഓഡീഷൻ വരുന്നത്. അപ്പോൾ ചുമ്മാ പോയതാണ്. എനിക്ക് ഇന്ന് ജഡ്ജസ് ആയിരുന്നത് ദീപക് ദേവ്, അദ്ദേഹം, ബാലുചേട്ടൻ, അൽഫോൻസ് ചേട്ടൻ. അപ്പോൾ ഇവരൊക്കെ, സ്റ്റീഫൻ ചേട്ടൻ ഓണ്ടപ്പിയാണോ. അപ്പോൾ ഇവരെയൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അന്ന് നമ്മൾ അപ്ലുക്ക് ചെയ്തിരുന്ന ആർട്ടിസ്റ്റുകളാണല്ലോ. അവരെന്തൊക്കെയോ പുതിയൊരു സൗണ്ടും ഒരു മ്യൂസിക്കാലിറ്റി കൊണ്ടുവന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ കാണാൻ പോയി ഞാൻ പാടിയൊരു CD ഒക്കെ കൊടുക്കാം. അത് വിളിക്കാൻ വേണ്ടിയൊന്നുമില്ല. അവർ പിന്നെ വിളിച്ചില്ലെങ്കിൽ അതൊന്നുമില്ല എൻ്റെ പ്രശ്നം. ചുമ്മാ മ്യൂസിക് ഷെയർ ചെയ്യാൻ, അത് കാണുക എന്നുള്ളൊരു സന്തോഷത്തിൽ പോയതാണ്. അപ്പോൾ വളരെ അവിചാരിതമായിട്ട് അതിനകത്ത് ത്രൂ ആവുകയും ഫൈനൽ 15 വന്നു. ഫൈനൽ 15 വന്നിട്ട് ഫസ്റ്റ് ഷൂട്ടിംഗ് വയ്ക്കുമല്ലോ, മേജർ. അതിൻ്റെ ആ ഷൂട്ടിങ്ങിന് ഞാൻ പോവാതെ വീട്ടിലിങ്ങനെ ചില്ല് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ രാത്രി ആയപ്പോഴേക്കും അമ്മ പറഞ്ഞു, എടാ നിനക്കെന്തോ ഇന്നൊരു ഷൂട്ട്, മറ്റേ അമൃതയുടെ ഒരു ഷൂട്ടില്ലേ, എന്താ ഇവിടെ ഇരിക്കുന്നത്? ഞാൻ പോകുന്നില്ല. അപ്പോൾ അവിടെ എല്ലാം ഭയങ്കര പാട്ടുകാരെല്ലാം, ഭയങ്കര സംഗതികളും. ഞാൻ തലേദിവസം പോയിരുന്നില്ല പ്രാക്ടീസ്, എല്ലാം ഭീകരന്മാരും ഭീകരികളൊക്കെ. അപ്പം ഞാൻ വെറുതെ പോയിട്ട് കാര്യം. അപ്പം പക്ഷെ അമ്മ അപ്പോഴേക്കും പറഞ്ഞു, നീ മര്യാദയ്ക്ക് പോയി അറ്റൻഡ് ചെയ്തു. അത് 15 പേരിൽ നീ ഒരാളുടെ അവസരം അടിച്ചെടുത്തിട്ടാണ് ഇവിടെ 15 പേരായിരിക്കുന്നത്. അപ്പോൾ ഒരാൾ, അത് ശരിയല്ലല്ലോ, നോട്ട് എത്തിക്കൽ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാർ തള്ളിവിട്ടതാണ്. എന്നുവെച്ചാൽ 10 മണിക്ക് രാത്രിയാണ് ലാസ്റ്റാണ് ഞാൻ ചെല്ലുന്നത്. അവിടെ നിന്ന് വിളിക്കുന്നത്, ഞാൻ ഫോണൊന്നും എടുക്കാൻ ചില്ല് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഓടി അവസാനം പോയി. ലാസ്റ്റ് പേഴ്സൺ ടു പെർഫോം ദാറ്റ് ഡേ വാസ് മീ. മറ്റേ തേരി ദിവാനി എന്ന് പറഞ്ഞ കൈലാഷ് ഖേറിൻ്റെ ഒരു ട്രാക്കാണ് പാടിയത്. അന്ന് പാടി കഴിഞ്ഞാൽ ഔട്ടാവുമല്ലോ, ഇപ്പം തീരും. പക്ഷെ ലിറ്ററലി എന്താ പറയുക, സ്റ്റാൻഡിങ് ഒവേഷൻ ആയിരുന്നു അന്ന്. എല്ലാവരും നിന്ന് ഞാൻ അല്ല, അതൊരു ഞാൻ പറഞ്ഞ ആ ഒരു എന്തോ ഒരു നല്ല ദിവസമായിരുന്നു. ആ ഫസ്റ്റ് ഡേ വാസ് വെരി ഗുഡ്. സ്റ്റീഫൻ ചേട്ടനും വളരെ, ഞങ്ങളൊരു ഭയങ്കര സ്റ്റേജ് കെമിസ്ട്രി ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പുള്ളിയായിട്ട് ഇപ്പോഴും ഞങ്ങൾ ഇടയ്ക്ക് കൂടാറുണ്ട്.
അപ്പോൾ അത് അന്ന് പിന്നെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. പിന്നെ എന്താ ചെയ്യും, കയറിപ്പോയി, ഇനിയിപ്പോൾ പെട്ടില്ലേ. പക്ഷേ ഓരോരോ റൗണ്ട് ഇങ്ങനെ ലക്കി ഐ ഗോട്ട് ടിൽ 2 റണ്ണറപ്പായിരുന്നു. ഒത്തിരി ഗുണം ഉറപ്പായിട്ടും ചെയ്തു. റെക്കഗ്നേഷൻ എന്ന് പറയുന്നൊരു വലിയ ബ്ലെസ്സിങ്. അത് ത്രൂ സൂപ്പർ സ്റ്റാർ തന്നെയാണ്. അതങ്ങനെ. അല്ല, അന്ന് പാടി തുടങ്ങിക്കൊണ്ടിരുന്ന ഒരു സമയത്ത് സ്വന്തമായിട്ടുള്ള കമ്പോസിഷൻസും ചെയ്യുക പാരലുണ്ട്. എൻ്റെ സ്വപ്നം അതാണ്. എനിക്ക് താളം പാരലിൽ നടക്കുക. ഇപ്പോൾ സൂപ്പർ സ്റ്റാർ ചെയ്യാന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതിനോട് സമയം കുറയുന്നു എന്നുള്ളതായിരുന്നു ആക്ച്വലി. പക്ഷേ ഇന്നവേ അതിൽ പെട്ടതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രോജക്ട്സ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമുക്ക് കൂടുതൽ ഈസി ആകല്ലേ. അപ്പോൾ ആ മുഖം പരിചയം ഉണ്ടാകുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ബ്ലെസ്സിങ്. അത് കിട്ടുക അപ്പോൾ നമ്മുടെ പാരലിൽ നമ്മുടെ മ്യൂസിക് അവരിലേക്ക് എത്തിക്കാൻ ഒരല്പം കൂടി ഈസിയാണല്ലേ. എല്ലാം ഒന്നും പ്ലാൻഡൊന്നും അല്ലെന്നേ, ഇതൊക്കെ അങ്ങ് നടന്നു പോയതാണ്. അത് ഒന്നിനൊന്ന് വളവാകുക എന്ന് പറയുന്ന പോലത്തെ സംഭവമാണ്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി താളം വാസ് ഹാപ്പനിങ് പാരലലി, സൂപ്പർ സ്റ്റാർ വാസ് ഹാപ്പനിങ് പാരലലി. അതുകൊണ്ട് തന്നെ റണ്ണറപ്പായിട്ട് പൊട്ടി ഇനിയെങ്കിലും ഇത് വൃത്തിയായിട്ട് മെറ്റയിലോട്ട് തലയിടാം എന്നുള്ളതായിരുന്നു ചിന്ത. ഈ ടോപ്പ് 2 എത്തുന്നതിന് മുന്നേ ടോപ്പ് 5 ഇരിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ സിനിമയിൽ അതാണല്ലോ ഇവിടെ ജോലി. അല്ല, അത് കഴിഞ്ഞിട്ടാണ്, അത് സൂപ്പർ സ്റ്റാർ കഴിഞ്ഞിട്ടാണ്. മറ്റേ വിദ്യാസാഗർ സാറിൻ്റെ ഒരു പാട്ട്, കമൽ സാറ് പാട്ട് പാടുന്നതിലല്ല എൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, അതിൻ്റെ വിഷ്വല് വരേണ്ടിയിരുന്നില്ല എന്ന് പല പ്രാവശ്യം. അത് ഞാൻ പുള്ളിയുടെ അടുത്തും പറഞ്ഞു, കമൽ സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇത് വേണോ, ഞാൻ വേണ്ട, എനിക്കിത് പണി. അപ്പോൾ പ്രോബ്ലം എന്ന് വെച്ചാൽ ബാക്കി 4 പേരും ഓക്കെയാണ്. അപ്പം ഞാൻ ഇപ്പോൾ ഒരു അഹങ്കാരി എന്നുള്ള ടാഗ് ആകുമെന്നൊരു പേടിയായി. പിന്നെ അങ്ങോട്ട് ചെന്നതാണ്. പറ്റാത്ത പണിയാണ്. വാടക അതൊരു പാർട്ട് ഓഫ് ആദ്യത്തെ. പിന്നെ ഒരു സ്പിരിറ്റ് ഉണ്ടായിരുന്നു, എല്ലാവരും ഒരുമിച്ചൊക്കെ പോകുന്നതിൻ്റെ രസവും ഒരു ഹോളിഡേ മൂഡ്. പക്ഷെ അവിടെ കോറിയോഗ്രാഫർ വന്നിട്ട് 1 2 3 4 എന്നൊക്കെ പറയുമ്പോൾ പെട്ടു. ശരിക്കും ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. ഞാൻ പറഞ്ഞു എനിക്ക് നടപടിയാവുന്ന പരിപാടിയല്ല. അപ്പോൾ കമൽ സാറ് പറയായിരുന്നു, എനിക്ക് അതിലേക്ക് വയറ് കംപ്ലീറ്റ് പണിപാളി എന്തോ ഭാഷ. അപ്പോൾ ഷൂട്ടിൻ്റെ ഇടയ്ക്കൊക്കെ ഓടും, സാർ 1 മിനിറ്റ് ഞാൻ ഓടും. അപ്പോൾ അതൊക്കെ ഏറ്റവും കോമഡി പുള്ളി ആ ജോബിന് ലൈൻ ടീ വല്ലതും ഇടയ്ക്ക് കൊടുക്കും, സമാധാനം കിടന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ലൈൻ ടീ കൊടുക്കൂ. എന്ത് പുള്ളിയുടെ സമയം പോലെ ടേക്സ്. അപ്പം ഞാൻ പറയും ഇപ്പോൾ വരാം, ഓടും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കറുത്ത അധ്യായമാണ്. ബട്ട് ഇനവേ എല്ലാം ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് പോലെ കാണുന്നു അവർ. ഇപ്പൊ ഓർമ്മ ചിരിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ എല്ലാവരും ഇങ്ങനെ ഫോർവേഡൊക്കെ ചെയ്ത് തരുമ്പോഴേക്കും ഞാൻ ഏരിയ നോക്കത്തില്ല, ഞാൻ ഓടിത്തള്ളും. അപ്പോൾ അവിടെയാണ് നിങ്ങളുടെ മാനേജറിനെ നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. ഡബിൾ ബോണാൻസ്. അതെ, ഓഫ് കോഴ്സ് ആതിര വാസ് എ കോൺടെസ്റ്റന്റ് അതിൻ്റെ അകത്ത്. അപ്പോൾ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലൊക്കെ ആയപ്പോഴേക്കും ഞാൻ പുള്ളിക്കാരി പറഞ്ഞു ഇത് കഴിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോയാലോ അങ്ങനെ. ഇറ്റ് ഓൾ ഹാപ്പൻ ഫോർ ഗുഡ്. പിന്നെ ഇപ്പം പുള്ളിക്കാരി എൻ്റെ ഒഫീഷ്യൽ മാനേജറാണ്. ഹാപ്പി ആയിട്ട് പോകുന്നു. ഇപ്പം എങ്ങനെയാണ് നിങ്ങളുടെ വർക്ക് ലൈഫ് എല്ലാം ഒരുമിച്ചല്ലേ, അപ്പം ഫുൾ ടൈം. അപ്പം ഏറ്റവും വലിയ ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം തോന്നുന്നു അപ്പം തന്നെ ഷെയർ ചെയ്യാൻ നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരി അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് ഓൾ അബൌട്ട് നമ്മളുടെ വളർച്ച നമ്മളെക്കാളും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളും കൂടെ നമ്മുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ കിട്ടുന്നൊരു ആഡഡ്. നമ്മളങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ നാളെ ഇത് അവർ അത് നോക്കി. പിന്നെ എനിക്ക് തോന്നുന്നു സ്ത്രീകൾ ഇച്ചിരി അടിപൊളിയാണ് കാര്യങ്ങളൊക്കെ ഓക്കെ അടുക്കി ചെയ്യാനൊക്കെ ഒരു വൃത്തി. നമ്മളിങ്ങനെ ചിന്തയൊക്കെ തെറിച്ചു പോയി. ഇവർ ഭയങ്കര ഓർഡറും ആ സിസ്റ്റമാറ്റിക്കാണ്, ഒരു രക്ഷയില്ല. ഇത് നമുക്ക് ഇന്നൊരു സംഭവമില്ലേ, ഒരു സെൽഫി വീഡിയോ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അടുത്തടുത്ത ക്യാമറ എടുത്ത് അപ്പം തന്നെ എല്ലാം സെറ്റ് ചെയ്ത് ഇറ്റ്സ് വെരി ഗുഡ്. എനിക്ക് എൻ്റെ സ്ട്രെസ്സൊക്കെ ഭയങ്കര പകുതിയായിട്ട് കുറഞ്ഞു. ഞാൻ ഭയങ്കര ആങ്സൈറ്റി ഉള്ള ആളാണ്. ഷീസ് മാനേജിങ് ഇറ്റ് വെൽ. ഇപ്പം എനിക്ക് മ്യൂസിക്കിൽ കൂടുതൽ സമയമിടാം. ക്രിയേറ്റീവ് സജഷൻസ് എടുക്കാറുണ്ടോ, ഡിസ്കസ് ചെയ്യാറുണ്ടോ? എനിക്ക് ചെയ്തിട്ട് ഇങ്ങനെ കേൾപ്പിക്കുമ്പോൾ പുള്ളിക്കാരി അത് വളരെ തന്മയത്വത്തോടു കൂടി അത് പറയും. എൻ്റെ ഈഗോ ഹേർട്ട് ചെയ്യാതെയൊക്കെ പറയും. കാര്യം നമ്മൾ ക്രിയേഷൻ ആ പ്രോസസ്സിൽ നമുക്ക് സത്യം പറഞ്ഞ അങ്ങനെ അഭിപ്രായങ്ങളൊന്നും ചിലപ്പോൾ എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ ചിലപ്പോൾ ഉണ്ടാകും. കാര്യം നമ്മുടെ ഇറ്റ്സ് വെരി പേഴ്സണൽ അത്. പക്ഷെ പുള്ളിക്കാരി അത് വളരെ ഇതിനു മുമ്പ് അതൊന്നും ചെയ്തത് അത് ഇച്ചിരി കൂടെ ആണല്ലേ.
പക്ഷെ എന്നാലും ഞാനത് അത്രയും ഷുവറായിട്ടൊരു സ്റ്റേജിലാണ് ഇത് ഷെയർ ചെയ്യുക. എന്നാലും കറക്റ്റ് സജഷൻസ് കിട്ടാറുണ്ട്, എന്നെ ഡിമോട്ടിവേറ്റ് ചെയ്യാതെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞു തരികയൊക്കെ ചെയ്യും. ഞാൻ എടുക്കാറുണ്ട് പുള്ളിക്കാരുടെ സജഷൻസ്. ചേട്ടാ, ഞാൻ ലിറ്ററലി നമ്മളിലേക്കൊരു ഇൻസ്പിറേഷൻ, ഒരു വിഷയം, എന്തെങ്കിലും സംഭവം വേണം. എനിക്കൊരു സീഡ് ഉണ്ടായാലേ ഒരു പാട്ട് ഉണ്ടാവുള്ളൂ, അല്ല പെട്ടെന്ന് ഇരുന്ന് ഒരു പാട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാറില്ല. അങ്ങനെ ഒരു എപ്പോഴാണ് വരുന്നതെന്നോ ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പം ഒത്തിരി യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്, ചിലപ്പോൾ ആ സമയത്തായിരിക്കും. ചിലപ്പം എന്തെങ്കിലും ആശയം, എൻ്റെ പാട്ടുകളൊക്കെ ചേട്ടൻ നോട്ടീസ് ചെയ്യുന്ന ഒരു ബയോഗ്രഫിക്കൽ നേച്ചറായിരിക്കും മിക്കതിനും. ഒന്നിലേലും എൻ്റെ അനുഭവമായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ ഒരു ഫീലിംഗ് ആയിരിക്കും, അവൻ്റെ, അല്ലെങ്കിൽ എല്ലാം ഒരു ഇമോഷണലി കണക്റ്റഡ് ട്രിഗർ ഉണ്ടാവും എന്തെങ്കിലും. അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ബേസിക് ഒരു സംഭവം കിട്ടും, പിന്നെ അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത്, പക്ഷെ എന്തെങ്കിലും വേണം വിച്ച് കണക്ട്സ് വിത്ത് മീ വെരി ഡീപ്പ്. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്ന പാട്ടുകൾ, ഇപ്പം നമ്മൾ വേറെ പുറത്ത് ഇപ്പോൾ ഒരു പാട്ട് ചെയ്യുകയാണ്, ഒരാൾ നമ്മുടെ അടുത്തേക്ക് ഒരു ആശയം കൊണ്ടുവന്ന്, അപ്പം നമ്മൾ അവരുമായിട്ട് കണക്ട് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ ഒറിജിനൽ സോങ്സ് എല്ലാം എന്തെങ്കിലും എൻ്റെ പേഴ്സണൽ കാര്യങ്ങളുമായിട്ട്, എൻ്റെ ഇൻസ്പിറേഷൻ അങ്ങനെ എന്തെങ്കിലും വരണം. അപ്പോൾ അത് വരുമ്പോൾ തന്നെ ഞാൻ നോട്ട് ചെയ്ത് ബേസിക് ഒരു ഐഡിയ ആക്കി വെക്കും, പിന്നെ അതിനെ ഡെവലപ്പ് ചെയ്യുക. പിന്നെ എല്ലാത്തിനും ഒരു സ്വന്തമായിട്ട് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ട്. ഷോ കോൺസേർട്ട്സ് ചെയ്യുന്നു, ബാക്കി സേവ് ചെയ്യുന്നു, ഇപ്പോൾ കടം മേടിക്കുന്നു, ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ഇറക്കാറ്, അല്ലാതെ നടപടിയാകത്തില്ല. പക്ഷെ അതാണ് ബേസിക്, അതിൻ്റെ ഒരു സോൾ കിട്ടുന്ന സമയത്ത് നമ്മളത് റെക്കോർഡ് ചെയ്ത് ഒരു ഷേപ്പിലാക്കി വയ്ക്കും, പിന്നെ ഡെവലപ്പ് ചെയ്യുക. ലൈഫ് കണക്റ്റഡ് ആയിട്ട് പാട്ടുകൾ ചെയ്യാൻ ഇഷ്ടമാണ് എനിക്കിഷ്ടം. അല്ലെങ്കിൽ അതൊരിക്കലും പ്രേക്ഷകരിലേക്ക് എത്തില്ല, ലോങ് റൺ നിൽക്കുകയില്ല. ഈ പെട്ടെന്ന് ചെയ്ത് ഈ ഫോർമുല സോങ്സ് പോലെ എനിക്ക് ഒരിക്കലും നടപടിയാകത്തില്ല. ലിറിക്സ് ആണോ ആദ്യം വരും, അതോ മ്യൂസിക്? ചിലപ്പോൾ ലിറിക്കും വരും, പൊട്ടയായിരിക്കും ചിലപ്പം. പക്ഷെ എന്നാലും എൻ്റെ മിനിമം ഭാഷ, എൻ്റെ ഭാഷ തീരെ മോശമല്ല, മലയാളം അത്യാവശ്യം ഒക്കെയാണ്. പക്ഷേ എന്നാൽ ഒരു എക്സ്പേർട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല, കവിതയൊന്നുമില്ല. പക്ഷെ എന്നാലും വരുന്ന വാക്കുകളൊക്കെ ഇല്ല. ഇപ്പോൾ നമ്മൾ ബീയിങ് എ വോക്കലിസ്റ്റ് മൈസെൽഫ് യു വുഡ് ലൈക്ക് ടു ഹാവ്, ചിലപ്പോൾ ഒരു വാക്ക് ഇങ്ങനെ തന്നെ ഈ ഭാഗത്ത് വരണം. അപ്പം കുറേ വാക്കുകൾ, കുറേ ഇതൊക്കെ ഇപ്പം ഭാവം എന്നുള്ള പാട്ട് കേട്ട് വേണം. അതുപോലെ അതിൽ ഇപ്പം വമ്പന്മാർ നമ്മളിലുണ്ടേ, വമ്പത്തരമേറെ കണ്ടേ, അവരെ കണ്ടൂറ്റം കൊള്ളാം ഞാനെന്ന ഭാവം മാറ്റ. ഇത് ഞാൻ എഴുതിയ 4 വരിയാണ്. അപ്പോൾ ഈ വരികൾ ആയിരുന്നു അതിൻ്റെ കോർ. അപ്പം ഞാനിത് ചേട്ടനടുത്ത് ഷെയർ ചെയ്ത എങ്ങണ്ടിയൂർ. അപ്പോൾ പുള്ളി അപ്പോൾ തന്നെ പറഞ്ഞു, എടാ ഇതിൽ നിന്ന് നമുക്ക് ബാക്കി ഫുൾ. പുള്ളി അത്രയും ബ്രോഡായിട്ടുള്ളൊരു വ്യക്തി ആയതുകൊണ്ടാണ് അതങ്ങനെ, ഞാൻ പുള്ളിയുടെ കെമിസ്ട്രി അതുകൊണ്ടാണ് ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. കാരണം വെച്ചാൽ പുള്ളി ഒരു വളരെ ഓപ്പൺ മൈൻഡഡ്, ഈഗോ ഫ്രീ ലിറിസിസ്റ്റാണ്, റൈറ്ററാണ്. അപ്പം എൻ്റെ മനസ്സിൽ എനിക്കിതാണ് വേണ്ടത്. അപ്പോൾ ചേട്ടൻ അതനുസരിച്ചിട്ട് അങ്ങനെ നമ്മൾ ഒരുമിച്ചിരുന്നൊരു സഹോദരന്മാരിരിക്കുന്നവരിരുന്നാണ് എഴുതുന്നത്. അപ്പോൾ അങ്ങനെ എഴുതി, അങ്ങനെ ഒരു ഇതും സംഭവിക്കാറുണ്ട്. ലിറിക്സ് ചിലത് ആദ്യം വരും, ചിലത് ട്യൂൺ ചെയ്തിട്ട് വരും. 2 രീതിയിൽ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ കാവല സാറിൻ്റെ പാട്ടുകളൊക്കെ ചെയ്തപ്പോൾ അവർ ഓൾറെഡി ആ ഒരു എഴുത്തി ഒരു കിടിലൻ സാധനമായിരിക്കും നമ്മുടെ കയ്യിൽ തരുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്ത് തന്നെ ഒരു മീറ്ററൊക്കെ കാണും ഓൾറെഡി. താളം അങ്ങേറ്റം ഉള്ള ആളാണ് പുള്ളി. അപ്പം പുള്ളിയുടെ താളം നമ്മൾ അബ്സോർബ് ചെയ്തെടുത്താൽ മതി. 2 രീതിയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പം ഏതാണ് വരുന്നതെന്ന് അറിയില്ല. ചിലതിലൊക്കെ വാക്കുകളും പാട്ട് ഒരുമിച്ച് വരും. ഇങ്ങനെ കാത്തിരിക്കും പാട്ടുകൾ വരാൻ. ശരിക്കും എന്താ പറയുക, പ്യുവർ, നമ്മളുടെ തന്നെ പ്യുവർ ഒരു സംഭവം ഉണ്ടല്ലോ, അതിൽ ചിലത് തട്ടിപ്പാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാവും. അതിനെ അപ്പം തന്നെ ഫിൽറ്റർ ചെയ്ത് ഇതല്ല നമ്മുടെ പരിപാടി. സമയം എടുത്തിട്ടാണല്ലേ? സമയം എടുത്തിട്ടാണ്. ചിലപ്പോൾ പാട്ട് പെട്ടെന്ന് വരും. ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇമോഷണൽ ട്രിഗർ ഉണ്ടാവും എൻ്റെ പുറകിൽ. അത് വരുന്ന സമയത്ത് പിന്നെ അത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അത് ഇങ്ങനെ ഡിസ്റ്റർബ്ഡായിട്ട് ഇങ്ങനെ നടന്ന് ചെയ്യും. അത് അങ്ങനെ നാച്ചുറലായിട്ട് എനിക്ക് മ്യൂസിക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. മറ്റേത് ഫോഴ്സ്ഡായിട്ട്, അതുകൊണ്ടാണ് പ്രോബ്ലി ഞാൻ സിനിമകളിൽ മ്യൂസിക് ഡയറക്ടറായിട്ട് ഞാൻ ആഗ്രഹിക്കാത്തതും ചെയ്യാൻ പറ്റാത്തതും. ചിലപ്പോൾ അധികം ഞാൻ ഇപ്പോൾ ഒരു വളരെ അടുപ്പുള്ളൊരു സുഹൃത്തുക്കൾ 2 പടങ്ങളിങ്ങനെ ചെയ്യാമെന്ന് വരും. കാരണം അവരെനിക്ക് ആ ഒരു സ്പേസ് തരുമെന്ന്. പിന്നെ ഉറപ്പായിട്ട് അവർക്ക് എൻ്റെ മെത്തേഡ് അറിയാം. മറ്റേന്ന് വെച്ചാൽ ഒരു ടൈം ഫ്രെയിം ഉണ്ട്, ഒരു വലിയൊരു ഉത്തരവാദിത്തമാണ്. ഇത്രയും പേരുടെ സ്വപ്നമാണ്. അപ്പോൾ നമ്മളൊരാൾ വലിഞ്ഞു പോയാൽ അവരുടെ കാര്യം പെടും, ഒത്തിരി പണം ഇൻവോൾവാണ്.
അപ്പോൾ ആ റിസ്ക്കൊക്കെ എനിക്ക് താങ്ങാൻ പറ്റത്തില്ല. എൻ്റെ ടെൻഷൻ, ഞങ്ങൾ സമാധാനം നമുക്ക് വേണം. പൈസ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഫീസ് വിട്ടൊരു പരിപാടി പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് സിനിമകൾ വളരെ സൂക്ഷിച്ച് ചെയ്യാൻ ഞാൻ എടുക്കാറുള്ളൂ, അത്രയും ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ. ഒരു സിനിമ ഇപ്പോൾ ഒരു പടം ചെയ്യുന്നുണ്ട്, വേറൊന്നും കൂടെ ഇങ്ങനെ. പക്ഷേ എനിക്കത് ഞാൻ എപ്പോഴും പറയാം, നിങ്ങൾ ആലോചിക്കണം കൃത്യമായിട്ട്. ഞാൻ ഇങ്ങനത്തെ ഒരു മുതലാണ്, അപ്പോൾ അവർക്ക് അത് ഹാപ്പിയാണ്. എന്നെ അറിയുന്ന വളരെ അടുത്ത സുഹൃത്തുക്കളാണ്, അപ്പോൾ അത് ഓക്കെയാണ്. പാടാനായിട്ട് വരുന്ന സോങ്സിൽ ഓഫേഴ്സ് വരുമല്ലോ, അതിൽ ഇത്രയും സെലക്റ്റീവായിട്ട് ചിന്തിക്കാറുണ്ടോ? ഉറപ്പായിട്ടും ചിന്തിക്കാറുണ്ട്. സെലക്റ്റീവ് എന്നല്ല അതിന് പറയുന്നത്, ഞാൻ പറയുന്നത് വരണം. ഒരു പാടാൻ വിളിക്കുന്ന പാട്ടിൽ ഒത്തിരി ക്രൈറ്റീരിയ ഉണ്ട്. ഒന്ന്, നമുക്കത് പാടാൻ പറ്റണം ഫസ്റ്റ്, വൃത്തിയായിട്ടത് ഡെലിവറി ചെയ്യാൻ പറ്റണം. ഒന്ന്, നമുക്ക് ഇഷ്ടപ്പെടണം. എനിക്ക് കോമ്പോസിഷൻ എനിക്ക് റിലേറ്റ് ചെയ്താൽ മാത്രമേ എനിക്കൊരു ബെസ്റ്റ് ഉണ്ടല്ലോ, അത് കൊടുക്കണമെങ്കിൽ എനിക്ക് ആ പാട്ട് ഇഷ്ടപ്പെടണം. അല്ലെങ്കിൽ നമ്മൾ അവരോട് ചെയ്യുന്ന പറ്റിപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ചുമ്മാ പോയി ഒരു പാട്ട് പാടി പൈസ മേടിച്ച് വീട്ടിൽ വരുന്നതോട് പോയിന്റ് ഇല്ല. നമുക്ക് ആ പാട്ടിൽ എന്തെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റണം. പിന്നെ ആ പാട്ട് അവർക്ക് ഇഷ്ടപ്പെടണം, അതിൻ്റെ ഫുൾ ക്രൂവിന് ഇഷ്ടപ്പെടണം, ആ സിനിമയ്ക്ക് ചേരണം. ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും എണ്ണം കുറയും. പക്ഷെ വരുന്നത് നല്ലതായിട്ട് വരാറുണ്ട് ഭാഗ്യത്തിൽ. അതാണ് ഞാൻ സെലക്റ്റീവ് ആകുന്നതല്ല, സെലക്റ്റീവ് അങ്ങനെ ആയി പോകുന്നതാണ്. പിന്നെ ഞാൻ കുറച്ച് ഫസ്സിയാണ്. സ്റ്റുഡിയോ റെക്കോർഡിങ്സൊക്കെ കുറച്ച് മുങ്ങൽ വിദഗ്ധനാണ്. ഞാനിങ്ങനെ മുങ്ങിക്കളയും, പിന്നെ പൊങ്ങുന്ന ഇവരുടെ. അപ്പം പക്ഷേ എന്നെ അറിയുന്നവർ ഓടിച്ചിട്ട് പിടിക്കും. ഇപ്പോൾ ദീപക് സാറൊക്കെ പറഞ്ഞാൽ ചെല്ലാതിരിക്കാൻ പറ്റത്തില്ല. ബിജി ഏട്ടൻ, ഇവർക്കൊക്കെ എന്നെ കൃത്യമായിട്ട് അറിയാം. അവർ ഇപ്പം മുങ്ങും, ഇപ്പം എന്താണ് ഇപ്പോൾ ഓടി. അപ്പോൾ പക്ഷേ അത് കറക്റ്റായിട്ട് താനിങ്ങി വന്നാൽ മതി, ഒരു കുഴപ്പമില്ല. ഞാൻ ചേട്ടാ ഞാൻ പാടിയത് ശരിയാവും, ബാക്കി നമുക്ക് വന്നിട്ട് വരാനല്ലോ. അപ്പോഴേക്കും ഞാൻ ചെന്നിട്ട് പക്ഷേ എൻ്റെ കോൺഫിഡൻസിനെ അവർ ലിഫ്റ്റ് ചെയ്ത് തരാറുണ്ട്. അതെന്നെ അറിയുന്നു. ഇപ്പോൾ റെക്സ്, ഒത്തിരി പേര്, ഇപ്പോൾ ഷാൻ, അങ്ങനെ ഒത്തിരി പേര് അങ്ങനെ എന്നെ മനസ്സിലാക്കി എൻ്റെ വോയിസ് എടുത്തിട്ടുണ്ട്. അത് തന്നെ വലിയൊരു സന്തോഷം. അവർ ആ ക്ഷമ കാണിച്ചല്ലോ. അപ്പോൾ ഞാൻ എന്നെ കംഫർട്ടബിളാക്കി. പിന്നെ ഐ എം നെവർ എ സ്റ്റുഡിയോ ആർട്ടിസ്റ്റ്, ഐ എം എ ലൈവ് മാൻ. എനിക്ക് ലൈവാണ് എൻ്റെ കപ്പ് ഓഫ് ടീ. എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഫീലിംഗ് നേരെ പെർഫോം ചെയ്യുന്നതാണ്. ഓഡിയൻസിൻ്റെ അതും. പിന്നെ നമ്മളിപ്പോൾ മ്യൂസിക് മോജോ പോലത്തെ ഷൂട്ട്സ് ഇല്ലേ, അതിനും ഐ റിയലി എൻജോയ്. ബിക്കോസ് ഇത്രയും മ്യൂസിഷ്യൻസും ഒരുമിച്ചുള്ളൊരു എനർജിയും. എനിക്ക് ഈ സ്റ്റുഡിയോയിൽ അടച്ചൊറ്റയ്ക്ക് പാടുന്ന തോട്ട് ഒക്കെ വലിയ പ്രശ്നമാണ്. ഈ ക്ലോസ്ട്രോഫോബിക് ഒരു ഇഷ്ടമല്ല. പിന്നെ വഴിയില്ല, സ്റ്റുഡിയോയിൽ ഇപ്പോൾ അങ്ങനെയാണ്, നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ അങ്ങനെ ഇച്ചിരി ഫസ്സി ആയതുകൊണ്ടും ചിലപ്പോൾ വിളിക്കാൻ മടിക്കുമായിരിക്കും ആൾക്കാർ. അവനെ വിളിച്ച് ഇന്നും നടപടിയാകത്തില്ല, നമുക്ക് കൊടുക്കണ്ടേ, ട്രാക്ക് കൊടുക്കണ്ടേ. പക്ഷേ ചിലർ വളരെ കാൽക്കുലേറ്റ് ചെയ്ത് ആ പുള്ളിയാകുമ്പോൾ കുറച്ച് സമയം ബഫറിട്ട് വിളിക്കണം, കുറച്ച് സഹിക്കാൻ തയ്യാറാവണം എന്നുള്ളത്, അങ്ങനെ വിളിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനത്തെ പാട്ടുകൾ ഞാൻ പാടാറുണ്ട്. ഇപ്പം മേമ്പുരാനായാലും ഈ അടുത്ത് കരം എല്ലാം പാടിയതും ഒക്കെ അവർ വിനീതൊക്കെ എന്നെ കൃത്യമായിട്ട് അറിയാം. ജോബെ അത് എന്നാടോ ഫ്രീ ഓടിച്ചിട്ട് പിടിക്ക് കൃത്യമായിട്ട് അറിയാം. പറഞ്ഞാൽ നമുക്ക് നോ പറയാൻ പറ്റത്തില്ല. അത് അത്രയും ഒരു റെസ്പെക്റ്റും മ്യൂച്വലി ഉണ്ടാവണം എന്നുള്ളതാണ്. ഇപ്പം ചുമ്മാ നമ്മളൊരു വിളിച്ച് കാര്യം തീർത്ത് വിടുന്ന ഒരു ആസ്പെക്റ്റിനോടും എനിക്ക് യോജിപ്പില്ല. ഒരു കെമിസ്ട്രിയും ഒരു മ്യൂച്വൽ റെസ്പെക്റ്റൊക്കെ ഉണ്ടെങ്കിൽ നല്ല മ്യൂസിക്കിന് സ്കോപ്പുള്ളൂ. അല്ലാതെ വന്നു 1 2 3 ടേക്ക് ആ പാട്ട് പാടും, അതൊന്നും പരിപാടിയൊന്നും ഞാൻ തൊഴുത് ഓടിക്കളയുന്ന സ്റ്റുഡിയോ. ഞാനങ്ങനെ എത്രയോ സ്റ്റുഡിയോസിൽ സീനിയേഴ്സ് വളരെ സീനിയേഴ്സ് വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ ഈ സാർ അല്ലെങ്കിൽ ഈ പാട്ട് എനിക്ക് നടപടിയാവും തോന്നില്ല, നമുക്ക് ലെറ്റ്സ് നോട്ട് വേസ്റ്റ് യുവർ ടൈം ആൻഡ് മൈ ടൈം, കട്ട്. അങ്ങനെ ഇറങ്ങി വന്ന എത്രയോ നല്ല ഹിറ്റായ പാട്ടുകളുണ്ടെന്ന് പറയും. അതൊക്കെ നമുക്ക് വിധിച്ചിട്ടുള്ളതല്ലെന്ന് പറയത്തേ ഉള്ളൂ. ഈ സ്വന്തം ടാലന്റിൽ ഇങ്ങനെ ഒരു പേടി, ഒരു വിശ്വാസക്കുറവ് അല്ലെങ്കിൽ ഒരു ഇല്ല, വിശ്വാസക്കുറവ് എന്നല്ല. ഞാൻ പറഞ്ഞു അപ്പോൾ ഓഫ് കോഴ്സ് ഞാൻ സ്റ്റുഡിയോ സിംഗിങ് പ്ലേ ബാക്ക് എന്ന് പറയുന്നൊരു മേഖലയോട് എനിക്ക് കുറച്ച് പേടി തന്നെയാണ്. കാരണം നമ്മൾ ഒത്തിരി പേരുടെ ഇതിനോട് നമ്മൾ കട്ടയ്ക്ക് നിൽക്കണം. അവരുടെ ഒരു മറ്റേത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യുന്നതാണ്. ഞാൻ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എൻ്റെ സ്വന്തം പാട്ട് പറഞ്ഞാൽ എൻ്റെ തൃപ്തിക്ക് ഞാൻ ചെയ്യുന്നതാണ്. പിന്നെ ഓഡിയൻസുമായിട്ടൊരു കണക്ഷൻ, ഇത് മാത്രമേ എൻ്റെ പ്രശ്നമുള്ളൂ. മറ്റേതൊക്കെ നമ്മളൊരു വലിയൊരു ചട്ടക്കൂടിൻ്റെ അകത്ത് വന്ന് പാടുകയാണ്. അപ്പോൾ അതിന് അവർക്കൊരു ബുദ്ധിമുട്ടാവും, അവർ പിന്നെ ബുദ്ധിമുട്ട്, ഇവർക്ക് ബുദ്ധിമുട്ട്, അത് വൈ വേസ്റ്റ് ടൈം, അങ്ങനെ ഒരു ഫീലിംഗാണ്. ആൻഡ് സ്റ്റുഡിയോ ഒരല്പം ടെൻസ്ഡ് തന്നെയാണ്. ഞാൻ എപ്പോഴും സ്വന്തം പാട്ടുകൾ എടുക്കാമെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഒരു ദിവസം കാത്തിരിക്കും, ഇങ്ങനെ ഇന്ന് ശരിയാവും പേടിച്ചൊക്കെ ഇരിക്കും. പക്ഷേ അതാ റൈറ്റ് ടൈം ഇറ്റ് ഹാപ്പൻസ്.
അതുകൊണ്ട് തന്നെ കുറച്ച് സമയമെടുത്തിട്ടെല്ലാം ചെയ്യുക. നോ, ഞാനൊരു ഇപ്പം എന്താ പറയുക ഇൻട്രോവേർട്ടല്ല. ഞാൻ വളരെ സോഷ്യലൈസ് ചെയ്യുന്ന എക്സ്ട്രോവേർട്ട് തന്നെയാണ്. എനിക്ക് എല്ലാവരും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി. ഞാനിപ്പോൾ പുള്ളി സുപ്രിയടുത്ത് പറയാറുണ്ടേ, നമ്മളിപ്പോൾ ചായ കുടിക്കാൻ പോയി, എന്നോട് ഇവിടെ അദ്ദേഹം ഉണ്ടായിരിക്കുക, ഞാൻ നല്ല കത്തിരിയാണ്. ഐ ബിലീവ് ദാറ്റ് വെൻ യു സോഷ്യലൈസ് നമ്മൾ ഒത്തിരി ജീവിതങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. ഇറ്റ്സ് എ ലേണിങ്. ആൻഡ് അങ്ങനെയൊക്കെ തന്നെയാണ് ആർട്ട്. എൻ്റെ ആർട്ട് അങ്ങനെയൊക്കെയാണ്. ഒത്തിരി പേരുമായിട്ട് ഇടപഴകുമ്പോൾ നമ്മുടെ മെച്യൂരിറ്റി, നമ്മുടെ ചിന്തകളൊക്കെ മാറും. എനിക്കിഷ്ടമാണ്. ഞാൻ വർത്തമാനം പറയാൻ ഇഷ്ടമുള്ള ആളാണ്. ഒത്തിരി കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഞാൻ ഇൻട്രോവേർട്ടേ അല്ല. പക്ഷേ ഈ പ്രശ്നങ്ങൾ വേറെ അങ്ങനത്തെ ഇതിന്നൊക്കെ ഇങ്ങനെ മുങ്ങൽ ഉണ്ട്. പക്ഷെ എന്നെ അടുത്തറിയുന്നവർക്ക് അറിയാം ഞാൻ ഏറ്റവും ഇടപഴകാൻ ഇഷ്ടം. എനിക്ക് ഒറ്റയ്ക്കൊന്നും പറ്റത്തേ ഇല്ല. ഒരു ദിവസം 2 ദിവസത്തിൽ കൂടുതൽ നടപടിയാകത്തില്ല. അപ്പോൾ തന്നെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സ് ഭയങ്കര വീക്ക്നെസ്സാണ്, അടുപ്പുള്ള സുഹൃത്തുക്കൾ. പക്ഷേ എല്ലാവരും ഇപ്പോൾ പലയിടത്തൊക്കെയാണ്. ഇപ്പോൾ യാത്രകൾ ചെയ്യും, എന്നിട്ട് ചിലപ്പോൾ അവരുടെ അടുത്ത് പോകും. എനിക്ക് നമ്മൾ അടുപ്പമുള്ളവരടുത്തെല്ലാം ഇങ്ങനെ കോൺടാക്റ്റ് ചെയ്യാൻ മെയിൻറ്റെയിൻ ചെയ്യും. ഞാൻ ഇൻട്രോവേർട്ടല്ല. ഈ സ്റ്റുഡിയോ സെറ്റപ്പ് അത്രയും താല്പര്യമില്ല എന്ന് പറഞ്ഞല്ലോ. സോ അങ്ങനെ മുങ്ങാൻ തോന്നിയിട്ടും മുങ്ങാൻ പറ്റാതെ പാടി പിന്നെ നല്ല റിസപ്ഷൻ കിട്ടിയ പാട്ടോ മാണിക്കച്ചിറയുള്ള ആലോചിച്ച് നോക്ക്. ഞാൻ ആ പാട്ട് കേട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. പോണോ ഇങ്ങനെ നിൽക്കുക. അപ്പം അവൻ ഇത്ര നല്ല പാട്ട് ഇപ്പം ഞാൻ പാടി കുളവാക്കണം, ഇങ്ങനെയൊക്കെ ഞാൻ ആദ്യം ചിന്ത. അല്ലാതെ എനിക്ക് ആ പാട്ട് പാടണം അങ്ങനെയല്ല. ഞാൻ നേരെ വിജയേട്ടൻ ഇത് സ്ഥലമായി ചെയ്തിട്ട് ഇപ്പം ഞാൻ പാടിയെന്ന് നശിപ്പിക്കുമോ ഇങ്ങനെയൊക്കെ ചിന്തി. പക്ഷേ പുള്ളിക്ക് എന്നെക്കാളും ധൈര്യം എൻ്റെ കാര്യത്തിൽ പുള്ളിക്കുള്ളതുകൊണ്ട് പുള്ളി അപ്പം തന്നെ പറഞ്ഞാൽ ഒന്ന് കൂടുതൽ ചർച്ചയില്ല, ഇനി പോരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചെന്നു. 1/2 മണിക്കൂർ കഴിഞ്ഞു ടേക്ക്. അപ്പോൾ പുള്ളി റെഡിയായിട്ട് ഞാൻ പാട്ട് പഠിച്ചു തന്നു. 1/4 മണിക്കൂറിനുള്ളിൽ പരിപാടി കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ നമുക്ക് അത് ഒന്നും കൂടെ വിട്ടോ, ഇനി ഒന്നും കൂടെ ഒന്നും എടുക്കുന്ന പരിപാടിയില്ല. എന്ത് പറ്റി? ഇനി നന്നാക്കണം. ഞാൻ പറഞ്ഞു നന്നാക്കണ്ട, എനിക്ക് വേണ്ടിയ സാധനം കിട്ടിയിട്ടുണ്ട്, താനെ നന്നാക്കി കുളവാക്കണ്ടെന്ന്. ഇപ്പൊക്കോ പുള്ളിക്കൊക്കെ തീരുമാനമുള്ള കക്ഷിയാണ്. പക്ഷേ ഇവരൊക്കെ ഇല്ല എക്സാക്ട്ലി വേണ്ടത് അറിയാമല്ലോ. അപ്പം ഞാനിങ്ങനെ മറ്റേ കുറച്ച് OCD പെർഫെക്ഷനലിസവും ഒക്കെ കൂടുതലാണ്. പക്ഷെ അത് പക്ഷേ എന്താ പ്രശ്നം അറിയാം, നമ്മൾ ദ മോർ യു സിങ് എ സോങ് യു ഗെറ്റ് മോർ ടെക്നിക്കൽ അബൌട്ട് ഇറ്റ്, മോർ മെക്കാനിക്കൽ. ആ ഇമോട്ടീവ് ഫാക്ടർ അങ്ങ് പോകും. അത് ശരിക്കുമാണ്. ഞാനിപ്പം എൻ്റെ സ്വന്തം പാട്ടുകൾ പാടുന്നതായാലും ഒരു 10-15 ടേക്സ് എടുക്കും ഫുൾ പാട്ട്. ആദ്യത്തെ ടേക്ക് വയ്ക്കുക എപ്പോഴും. ഞാൻ വിചാരിക്കും എന്തിനാണ് മണ്ട ഇത്രയെണ്ണം പാടിയത് എന്ന് പറഞ്ഞു. അതിലായിരിക്കും ആ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കോർ സോൾ ഉണ്ടാവുക. മറ്റേതെല്ലാം ഭയങ്കര കുറച്ച് ഞാൻ കേൾക്കുമ്പോൾ മനസ്സിലാവും ഞാൻ ഈ ഐറ്റം കറക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം പാടിയിരിക്കുന്നതാണ്, കറക്ഷൻസിന് വേണ്ടി പാടുന്നത്. അതിൽ ആ ഇമോഷണൽ ഫാക്ടറേ ഉണ്ടാവത്തില്ല. ഫസ്റ്റ് പാടുന്നതിന് അല്ലെങ്കിൽ മാക്സിമം 2ാമത് പാടുന്നത്. ഇത് 3 ബാക്കിയൊക്കെ മെക്കാനിക്കൽ ഡെലിവറൻസ് ആയിരിക്കും. ഫസ്റ്റ് 1 എനിക്ക്. അതുകൊണ്ട് ഇപ്പം ഞാൻ ഈ പ്രോജക്റ്റ് ജോബ് കുര്യൻസ് 10 എന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ലിറിക്സ് കിട്ടിയിട്ട് റഫ് പാടുന്നത് തന്നെയാണ് ഫൈനൽ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റഫ് ആദ്യം നമ്മൾ ആ ലിറിക്ക് കിട്ടിയിട്ട് പാടുന്നതിന് ഒരു സത്യസന്ധത ഒരിക്കലും പിന്നെ പാടുന്നതിന് കിട്ടും. അപ്പോൾ ഇത്തവണ ഞാൻ സാധാരണ എപ്പോഴും നമ്മൾ ഡമ്മി പാടും എല്ലാവർക്കും കൊടുക്കാനും അറേഞ്ചേഴ്സും എല്ലാവരും. പക്ഷേ അത് നല്ലോണം റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ അത് ഫൈനൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ആ ഫീല് നമുക്ക് റീപ്ലേസ് ചെയ്യാനും പറ്റത്തില്ല. അപ്പം ഞാൻ ദിസ് ടൈം ഐ എം വെരി കെയർഫുൾ അബൌട്ട് ദാറ്റ്. ഐ എം റെക്കോർഡിങ് ഈച്ച് ആൻഡ് എവറി സോങ് ദ ഫസ്റ്റ് വരുന്ന സമയത്ത് തന്നെ അത് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ജോബ് കുര്യൻസ് 10 എന്ന് വെക്കാൻ കാരണം 10 പാട്ട് വേറെ ഒന്നുമില്ല. 10 songs 10 ഇമോഷൻസ് 10 chapters ഓഫ് മൈ ലൈഫ് എന്നൊരു ടാഗ് ലൈൻ തന്നെ. അപ്പോൾ 10 പാട്ട് എന്നുള്ള. അപ്പോൾ ഞങ്ങൾക്ക് 10. പിന്നെ ഇഷ്ടമുള്ള തെണ്ടുൽക്കർ 10, മെസ്സി 10. അങ്ങനെയൊക്കെ ഒരു 10നോടൊരു ഇഷ്ടമുണ്ട് പണ്ട് മുതലേ. ഇപ്പോൾ മാരഡോണ, പെലെ എല്ലാം 10ആണല്ലോ. പിന്നെ ഒത്തിരി നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒത്തിരി സ്പോർട്സ് മാൻ. ഞാനൊരു സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. 10 എന്തോ ഒരു. അപ്പം 10 പാട്ടുണ്ടല്ലോ. അപ്പം പിന്നെ കുറേ പേര് അന്വേഷിച്ചു. ഒത്തിരി പേര് ഇങ്ങനെ ഭയങ്കരമായ ചർച്ച. നമ്മൾ സ്വന്തമായിട്ട് ആലോചിക്കുന്നു, ChatGPT എടുത്ത് ചോദിക്കുന്നു. പക്ഷേ ഉറക്കത്തിൽ രാവിലെ 10 ഇത് മതി, 10 കൊള്ളാം എല്ലാവർക്കും 10. അപ്പോൾ അതിനൊരു ഓരോ പാട്ടിനും ഓരോ വ്യത്യസ്ത ഫീലുമാണ്, ഓരോ ജോണറും. അപ്പം 10
ഫീലിങ്സ് ഓഫ് മൈ ലൈഫ് എന്നുള്ള പോലെ. എന്തെങ്കിലും പുതിയൊരു ഇത് കണ്ടുപിടിച്ചിട്ട് അത് ആഡ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ? അതെങ്ങനെ പുതിയ ഒരു ജോൺറ അല്ലെങ്കിൽ? ഞാൻ കേൾക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് പുതിയത് കേൾക്കുമല്ലോ. അപ്പോൾ അത് അപ്പോൾ എന്താണ് ഇത്, ട്രാപ്പ് മ്യൂസിക്, ഓക്കെ ഇതാണ് ഡബ് സ്റ്റെപ്പ്, ഇതാണ്, അല്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അതിൻ്റെ എലിമെൻറ്റ്സ് ഇഷ്ടപ്പെടുമ്പോൾ അതെന്താണെന്ന് അന്വേഷിക്കുമല്ലോ. അങ്ങനെ തപ്പിച്ചെല്ലാം DDM അല്ലെങ്കിൽ ഇപ്പോൾ ഹിപ്പ് ഹോപ്പ് എനിക്കിഷ്ടമാണ് എല്ലാം കേൾക്കാൻ. എന്താ പറയണ്ടേ, എല്ലാ ജോണറിലും ഒരു ബ്യൂട്ടി ഉണ്ടെന്ന് വിശ്വസിക്കുന്നതാണ്. മറ്റ് ഭാഷകളിൽ പാടാനായിട്ട് ഓഫേഴ്സ് ഒക്കെ വന്നിട്ട് അത് വേണ്ടാന്ന് വെച്ചു? ഇല്ല, ഞാൻ കന്നഡ കുറച്ച് പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഞാൻ കന്നഡ സംസാരിക്കും അത്യാവശ്യം. ഹസനിലാണ് പഠിച്ചത് എഞ്ചിനീയറിംഗ് ഒക്കെ. അപ്പോൾ ബാംഗ്ലൂർ കോണ്ടാക്ട്സ് പാടിയിട്ടുണ്ട് ഒരു 4-5 പാട്ട്, അത്രേ ഉള്ളൂ. വേറെ ഭാഷ അങ്ങനെ വിളികൾ തമിഴിൽ അങ്ങനെ ഒരു പ്രാവശ്യമുണ്ട്. എന്തോ റഹ്മാൻ സാറിൻ്റെ ഒരു വിളി വന്ന് പോകാൻ പറ്റിയില്ല, അന്ന് വയ്യാണ്ടായി. അന്ന് മുങ്ങിയില്ല, അന്ന് ശബ്ദം പോയെന്നേ. ശബ്ദം മുങ്ങി. നമ്മൾ എത്രയും കാലം മുങ്ങിയതിന് ശിക്ഷ കിട്ടിയതാണെന്ന് തോന്നുന്നു. ലിറ്ററലി അതൊരു വിഷമമായിപ്പോയി. അത് കാവ്യത്തലവനല്ലേ, അതിൻ്റെ മലയാളം വേർഷനാണ് വിളിച്ചത്, തമിഴിനല്ല. ശ്രീനിവാസ് സാറാണ് വിളിച്ചത്. പുള്ളി ഇങ്ങനെ ഒക്കെയാണ് ഇപ്പോഴാണ് ശബ്ദമില്ല സാർ, ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് വിളിക്കുന്നത്. അയ്യോ തനിക്ക് പാടാൻ ഇല്ല സാറ്, നടപടിയാകത്തില്ല, വെയിറ്റ് ചെയ്യാൻ അവർക്ക് സമയമില്ല ഓഫ് കോഴ്സ്. പിന്നെ ഞാൻ അതൊക്കെ വിധിയാണ്, നമുക്ക് വിധിച്ചതേ വരുള്ളൂ, അത് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. പിന്നെ എനിക്ക് ആ പാട്ടും ഇഷ്ടമായിരുന്നു. അത് ഏതൊരു നല്ലൊരു പാട്ടാണ് അതിനത്. തമിഴിൽ ആരാ അത് പാടിയ? അത് നല്ല പാട്ടുകളാണ് ആ ഇതിൻ്റെ അത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മറന്ന്. പക്ഷെ അത് ഒരു മിസ്സായിട്ട് തോന്നാറുണ്ട്. പക്ഷെ പുള്ളി എവിടെയൊക്കെ എൻ്റെ ശബ്ദവും പാട്ടൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അതൊക്കെ സന്തോഷം. പുള്ളിക്ക് നല്ല പലരും നമ്മൾ ചെയ്യുന്ന ഇൻഡി വർക്ക്സൊക്കെ എവിടെയെങ്കിലും കാര്യങ്ങളൊക്കെ കേൾപ്പിച്ചൊക്കെ കാണുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട്. കന്നഡയിൽ പാടിയ ചരണിന് വേണ്ടിയായിരുന്നു. ചരണിന് വേണ്ടി 2 പാട്ടും വേറെ കമ്പോസേഴ്സിനൊക്കെ പാടിയിട്ടുണ്ട്. ഭാഷ വലിയ കുഴപ്പമില്ലാതെ പിടിക്കാം. പിന്നെ ആക്ച്വലി ജോബിന്റെ ഇൻഡിപെൻഡന്റ് വർക്ക്സ് കൂടുതൽ എഴുതിയിരിക്കുന്ന ചന്ദ്രശേഖരനാണ്. സോ പുള്ളിയായിട്ടുള്ള അസോസിയേഷൻ തുടങ്ങുന്ന ആളുമായിട്ട് ഉള്ള ഒരു മെമ്മറി എന്ന് പറഞ്ഞു തരുമോ? താളം മുതൽ പുള്ളിയാണ് എഴുതില്ല. അത് അവിയലിൻ്റെ നട ഇല്ലേ, അവിയലിൽ അല്ലെങ്കിൽ മെമ്പേഴ്സുമായിട്ടൊക്കെ നമുക്ക് വളരെ ആത്മബന്ധം കൂടുതലാണ്, റെക്സാറിനോട് പ്രത്യേകിച്ചും. അപ്പം ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കക്ഷിയുണ്ട്, നടന്നട എഴുതിയ പുള്ളിയാണ്. അപ്പം പുള്ളിയെ പൊക്ക അങ്ങനെ തൃശ്ശൂർ ഞാൻ ചെല്ലുന്നു, പുള്ളിയെ കണ്ട്. പിന്നെ ഒരു കെമിസ്ട്രിയാണ്, ഇറ്റ്സ് ഓൾ. ഒരു പാട്ടിലും അവസാനിപ്പിക്കാൻ ഒരിക്കലും തോന്നിയില്ല. ഒരു സ്നേഹബന്ധം അങ്ങനെ വളർന്നു. എന്താ പറയുക, പച്ചയായ മനുഷ്യൻ. അപ്പം പുള്ളിയായിട്ട് എനിക്ക് ഭയങ്കര ഈസിലി റിലേറ്റ് ചെയ്യാൻ പറ്റി. ഞങ്ങൾ ചിന്തകളും ഈവൻ ഒരു എൽഡർ ബ്രദർ, ഒത്തിരി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിത്വമാണ്. പിന്നെ ഈ പറഞ്ഞ കണക്കൊരു സ്വാതന്ത്ര്യമുണ്ട് പുള്ളിയെടുത്ത്. ചേട്ടാ ഇത് എനിക്ക് വർക്കാകുന്ന ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഇതാണ് ഇഷ്ടം ഇങ്ങനെ. അപ്പം നീ പറയടാ, നീ എന്തെന്ന് ചിന്തിക്കണേ തൃശ്ശൂർ. അപ്പോൾ കൃത്യമായിട്ടത് അതൊരു കെമിസ്ട്രിയാണ്. ചിലരുമായിട്ട് നമുക്കൊരു എന്താ പറയണ്ട എക്സ്ട്രാ ഒരു അഫെക്ഷനും. അതുകൊണ്ട് തന്നെ അത്രയും പാട്ടുകൾ പുള്ളിയോട് ചെയ്യാൻ പറ്റി. ഞാൻ വേറെ ഓപ്പൺ ടു വർക്ക് വിത്ത് എനി വൺ ആണ്. പക്ഷേ ചേട്ടൻ്റെ അടുത്തൊരു ഇഷ്ടം കൂടുതൽ ഉറപ്പായിട്ട് നാച്ചുറലി നമ്മൾ ഇത്രയും പാട്ടുകൾ. അപ്പോൾ ഇത്തവണയും ജോബ് ഗുഡൻസ്റ്റനിൽ ഈസിലി ഒരു ചേട്ടൻ ഒരു 3-4 പാട്ടെങ്കിലും ചേട്ടൻ എഴുതും. ഒരു പാട്ട് ബാലേന്ദ്രൻ ചുള്ളിക്കാട് സാറിൻ്റെ ആനന്ദധാര എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. അത് ഉഗ്രൻ. അത് പുള്ളി എടുപടി വേണങ്ങൾ മരിക്കുന്നതിന് മുമ്പേ എന്നെ വിളിച്ച് ഏൽപ്പിച്ചൊരു കാര്യമാണ്. എടാ ഇതൊന്ന് ട്യൂൺ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്യാങ്ങളെ ചെയ്ത് കേൾപ്പിക്കാൻ പറ്റിയില്ല പുള്ളിയെ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം മകൻ വഴി ചുള്ളിക്കാട് സാറിനോട് ചോദിച്ചിരുന്നു ഇങ്ങനെ ഈ പാട്ട് ട്യൂണാണ്. പുള്ളി അങ്കിള് പറഞ്ഞാൽ അവർ തമ്മിൽ ഭയങ്കര ആത്മബന്ധമാണ്. അപ്പോൾ ഈ 10ൽ ആനന്ദധാരയുടെ ഒരു എൻ്റെ ഒരു വേർഷനുണ്ട്. ബ്യൂട്ടിഫുൾ ലിറിക്കൽ, ഇതൊന്നും പറയാനില്ല. സാർ വായിച്ചത് ആനന്ദധാര. സ്വാധീനം കവിത ചൊല്ലാറുണ്ടോ? ഇല്ല, അത്രയ്ക്കുള്ള അറിവില്ല. ചൊല്ലാനുള്ള അറിവും ഇല്ല, മനസ്സിലാക്കാനുള്ള ഭാഷയും ഇല്ല. പക്ഷെ എന്നാലും നമുക്കറിയാമല്ലോ ഒരു എങ്കില്ല കവിത ഞാൻ ഒത്തിരി എനിക്കത് ഭാഷ അത്രയും പോരാ, അതും എല്ലാം മനസ്സിലാക്കാനുള്ള വായനയില്ല. സാഡ്. എൻ്റെ ഫാദർ നല്ലോണം വായിക്കും. വായന ഞാൻ എന്താ പറയുക ഡെവലപ്പ് ചെയ്യേണ്ടിയിരുന്നൊരു ക്വാളിറ്റി ആയിരുന്നു. എനിക്കിപ്പോൾ റിഗ്രറ്റ് ഉള്ളൊരു കാര്യമാണ്. വായനാശീലമില്ല.
പക്ഷേ ഒബ്സർവേഷനുണ്ട്, കൂടുതൽ യാത്രകളുണ്ട്, റിയൽ ലൈഫ് കണക്റ്റഡ് കാര്യങ്ങൾ പിടിക്കാനും ഒത്തിരി സഞ്ചരിക്കാനും അങ്ങനെയൊക്കെ ഇഷ്ടമാണ്. ഒരിടത്ത് അടങ്ങിയിരിക്കത്തില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടോ ഇങ്ങനെ ഇരിക്കും, അടങ്ങിയിരിക്കാൻ പാടാം, റെസ്റ്റ്ലെസ് ക്യാരക്ടർ. യാത്രകളിലൂടെയാണോ ഇൻസ്പിറേഷൻ? ഉറപ്പായിട്ടും കുറേ ഒത്തിരി യാത്രയിൽ ഡ്രൈവിങ് ഭയങ്കര ഭ്രാന്താണ്, ഇഷ്ടം. എവിടെ പോയാലും വണ്ടി എടുത്തിട്ട് പോവാം. കേരളത്തിൽ വണ്ടി ഓടി ഇപ്പോൾ പക്ഷേ തിരക്ക് കൂടി മടുപ്പായി തുടങ്ങി. എന്ന് വെച്ചാൽ എന്നാലും ചാൻസ് കിട്ടിയ ഡ്രൈവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഇഷ്ടം. ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു ക്രിയേറ്റീവ് ടൈമായിട്ടാണ് ഞാൻ കാണുന്നത്. മൊത്തം ചിന്തിച്ചിങ്ങനെ കൊച്ചിലെ മുതൽ ഓടിക്കും. നമ്മുടെ കാലത്ത് അന്ന് പോലീസും പെറ്റിയൊക്കെ കുറവായിരുന്നുകൊണ്ട് ഒരു 9ാം ക്ലാസ് ആദ്യമല്ല 8ാം ക്ലാസ് വരെ ഓടിക്കുമായിരുന്നു എൻ്റെ ഓർമ്മ. അംബാസിഡറിൽ തലവണയൊക്കെ വെച്ച് അത്രയ്ക്ക് വട്ടായിരുന്നു ഡ്രൈവിങ്. പണ്ട് ഡ്രൈവർ ഇല്ലാത്ത വണ്ടി എന്നൊക്കെ പറയാം നമുക്ക്. ഞാൻ ഇങ്ങനെ ചെറിയ ഇന്നാണെങ്കിൽ ഓടിച്ച് പണിയാ. അല്ല ഇന്നങ്ങനെ പോകാനും പറ്റില്ല, അത്ര തിരക്കും. ഈ ട്രാവൽ വീഡിയോസിലൊക്കെ ബൈക്കിന്റെ റൈഡിലൊക്കെ പദയാത്രയുടെ സോങ് ഒക്കെ വരുമ്പോൾ ഒത്തിരി സന്തോഷം. കാര്യം ഞാൻ ഈ യാത്രകൾ ചെയ്യുന്നതുകൊണ്ട് പാട്ടിനൊക്കെ ഒരു ട്രാവൽ മൂഡ്. ഇപ്പോൾ ഭാവം ഒത്തിരി പേര് പദയാത്ര ഇത് രണ്ടും ഒത്തിരി പേര് യാത്രകളിൽ യൂസ് ചെയ്യുന്നതല്ല. അത് ഉറപ്പായിട്ടും എനിക്ക് ഒരു യാത്രകളോടുള്ള ഇഷ്ടം ചിലപ്പോൾ എൻ്റെ പാട്ടിൻ്റെ താളത്തിലും ഫീലിലൊക്കെ വരുന്നതായിരിക്കും. ഞാൻ ബൈക്കറല്ല, പക്ഷേ എന്നാലും ബൈക്കേഴ്സ് റിലേറ്റ് ചെയ്തത് അത് വലിയ സന്തോഷമാണ്. അത് അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ പദയാത്ര ശരിക്കും ആൾക്കാരിലേക്ക് എത്തുന്നത്. റൈഡേഴ്സിന് വലിയൊരു പങ്കുണ്ട് അതിൽ. അത് എൻ്റെ എൻ്റെ ഫ്രണ്ട് അജയ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഹിമാലയൻ യാത്ര വല്ലാതെ പുള്ളി എൻ്റെ ഏറ്റവും ഇൻറ്റിമേറ്റ് ഫ്രണ്ടിലുള്ള ഒരാളാണ്. അപ്പം പുള്ളി ഒരു വളരെ ലോയിൽ കൂടെ കടന്നുപോയൊരു സമയമുണ്ട്. പുള്ളി നമ്മുടെ ജീവിതത്തിൽ സ്റ്റക്കായി നിന്നൊരു സമയമുണ്ട്. അപ്പം അവൻ പറയാം, ഞാൻ പോവാടാ ഒരു യാത്ര അറ്റം വരെ ഒന്ന് പോയിട്ട് വരാം. ഞാനെ കൊണ്ട് വിടുന്നത് സ്റ്റേഷനിൽ കണ്ണൂർ വരെ ഞങ്ങൾ ഒരുമിച്ച് ഡ്രൈവ് ചെയ്ത് കണ്ണൂർ ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട്. അപ്പോൾ വളരെ തുച്ഛമായൊരു പൈസ കൊണ്ടാണ് പോക്ക്. കുറച്ചേ ഉള്ളൂ കയ്യിൽ, എനിക്കറിയാം. അപ്പോൾ പുള്ളി ഒരു മാസം കഴിഞ്ഞാണ് വന്നത്. അപ്പോൾ ഒരു മാസം പുള്ളി പലയിടത്തായിട്ടും ഹിമാലയം അങ്ങനെല്ലാം നോർത്തെല്ലാം പോയി. അപ്പോൾ അതൊരു വളരെ ഞാൻ പറയുന്നത് ഒരു സ്പിരിച്വൽ ജേർണി എന്ന് പറയാം, ഒരു റിലീജിയസ് അല്ല. അതൊരു മോർ ഓഫ് നമ്മുടെ തിരിച്ചറിവിന് യാത്രകൾ നല്ലതാണ്. അവൻ ചെന്ന് നോക്കുമ്പോൾ അവരെക്കാളും വലിയ പ്രശ്നമുള്ളവരെ കാണും, പലരുമായിട്ട് ഇടപഴകും. അപ്പം നമ്മുടെ പ്രശ്നങ്ങൾ ലൈറ്ററായിട്ട് തോന്നും. ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് യാത്രയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോട്ടോസ് അയച്ചു തരുമായിരുന്നു. കാല് വെള്ളം നല്ല ക്ലിയർ അരുവികളിലും ഒക്കെ പുള്ളി ഇങ്ങനെ സ്റ്റെപ്പ് ചെയ്ത് അപ്പോൾ എനിക്ക് മൊത്തത്തിൽ ഇവൻ അയച്ചിരുന്ന ഇമേജസൊക്കെ എൻ്റെ കയ്യിൽ. അപ്പോൾ എനിക്കെന്തോ ഒരു ഭയങ്കര ഒരു അവനെ ക്ലിയറായി വരുന്ന ഒരു ഫീലിംഗ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ആൻഡ് ദ പേഴ്സൺ ഹു കെയിം ബാക്ക് വാസ് എ മോർ ഫ്രഷ് അജയ്, വെരി വൈബ്രൻറ്റ്. അപ്പോൾ ഞാൻ അപ്പോൾ ആസ് എ ഫ്രണ്ട് ഐ എം മോസ്റ്റ് ഹാപ്പിയസ്റ്റ് പേഴ്സൺ. അപ്പോൾ അങ്ങനെ അവന് ആ യാത്ര ബന്ധപ്പെട്ട് ചെയ്തതാണ് പദയാത്ര. അപ്പോൾ അങ്ങനെ യാത്രയെ തന്നെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ട്യൂൺസൊക്കെ ഇട്ട് തുടങ്ങിയത്. അപ്പോൾ അവനിപ്പോൾ വലിയ ജാട പറഞ്ഞു, ഞാനില്ലാതെ ഈ പദയാത്ര ഉണ്ടാക്കില്ല, വലിയ ജാട കടിക്കുമായിരുന്നു. പകുതി പൈസ എനിക്ക് പേറ്റൻ്റ് എനിക്ക് തരണം എന്നൊക്കെ പറഞ്ഞ് ഉറപ്പായിട്ടും അത് അവനോടുള്ള എൻ്റെ സ്നേഹമാണ് ആ പാട്ടിൽ. ഹരീഷ് അപ്പോൾ ആ പാട്ടിനൊരു വളരെ ക്ലാസിക്കൽ ഒരു മധ്യമാവധി എന്ന രാഗത്തിൽ രാഗത്തിൽ ചെയ്തു പോയതാണ്. ഞാൻ അങ്ങനെ രാഗമാണെന്നോ ചെയ്തു വന്നപ്പോൾ അങ്ങനെ ഒരു ഫീൽ വന്നു. അപ്പോൾ ഞാനിങ്ങനെ പാട്ട് പാടുമ്പം ഇപ്പം എൻ്റെ പരിമിതി എനിക്ക് അറിയാമല്ലോ. അപ്പോൾ എന്നെക്കാട്ടിലും എക്സ്പെർട്ടായിട്ടുള്ളൊരു ക്ലാസിക്കലി സൗണ്ടായിട്ടുള്ളൊരു ആർട്ടിസ്റ്റ് ഇത് ഇംപ്രൊവൈസ് ചെയ്ത് ഒരു ലൈൻ ഞാൻ പാടിയിട്ട് അതിനെ ഇംപ്രൊവൈസ് ചെയ്ത് പാടുന്നൊരു ശൈലിയുണ്ടല്ലോ നമ്മൾ. അപ്പോൾ യു ലെറ്റ് ഇറ്റ് ടു ദ അതർ പേഴ്സൺ ടു ടേക്ക് ഇറ്റ് ടു അനദർ ലെവൽസ്. അപ്പോൾ അങ്ങനെ പുള്ളിയെ എനിക്ക് കേട്ടുള്ളൂ ആ സമയത്ത് ചെയ്യുന്ന സമയത്ത്. ഈ പാട്ട് പുള്ളി കുറേ സാധനം ഇടും. അപ്പം എൻ്റെ മനസ്സിൽ ഈ സാധനമുണ്ട്, പക്ഷെ എടുക്കാൻ പറ്റില്ലേ. ഞാൻ പറയാം നിങ്ങളെ ഞാൻ ഗുണ്ടായിട്ട് ഇറക്കിയതെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അതിനെ വേറെ ഒരു ഡയമെൻഷൻ. ഞാൻ പറഞ്ഞ ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ള സാധനങ്ങൾ. നിങ്ങളത് നിങ്ങളുടേതായ രീതിയിലങ്ങ്
അപ്പോൾ പുള്ളിക്കും പാട്ട് കേട്ട പുള്ളിക്കും ഭയങ്കരമായിട്ടൊന്ന് കണക്ട് ചെയ്തു. ഫോൺ വഴി ഞാനിങ്ങനെ മോളി ഭയങ്കര രസമായിരുന്നു, ഒരു വളരെ ഇമോഷണൽ ഡേ ആയിരുന്നു. അപ്പം പുള്ളി അത് വന്നു. ഞങ്ങളെല്ലാവരും റെക്കോർഡ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ലൈക്ക് ഐ ഓൾവേസ് ടെൽ ദർ വാസ് എ ഫുൾ ബാഗ് ഓഫ് പോസിറ്റീവ് വൈബ്സ് ഓൾ അറൗണ്ട്. നമ്മുടെ കൂടെ ഉള്ളവരും സെറ്റ് ഷൂട്ട് ചെയ്യുന്നവരും ആ മാജിക്, ആ ഫസ്റ്റ് ടേക്ക് കണ്ടിട്ട് ഞാൻ പുള്ളി ഹഗ് ചെയ്യുന്നൊരു സീനുണ്ട്, കണ്ടു കാണുമോ? എൻ്റെ ലാസ്റ്റ് ഞാൻ ഇങ്ങനെ പോയി പിടിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എഡിറ്റ് ചെയ്യുന്ന അമ്മ ചേട്ടാ അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഭയങ്കര ബോറ്, ഞാൻ ഓവറായിപ്പോയി. പുള്ളി സുമേഷ് സാർ പറഞ്ഞില്ല, അതവിടെ വയ്ക്കും സാർ പറഞ്ഞു. അതാണ് അതിൻ്റെ ബ്യൂട്ടി. പാട്ട് നിങ്ങൾ അതായത് ടോട്ടലി അതൊരു ട്രാൻസി മൊമെൻ്റ് ആണ്. എല്ലാവരും അത്രയും ഒരു ടുഗെദർനെസ് ഉണ്ടായിരുന്നു ആ പാട്ടിന്. അതിൽ നമ്മൾ 3 ടേക്ക് എടുത്ത് ഈ പറഞ്ഞ ആദ്യത്തെ ടേക്കാണ് വെച്ചിരിക്കുന്നത്, എല്ലാം ഫസ്റ്റ് ടേക്ക്. സിനിമയിലേക്ക് തിരിച്ചു വരുമ്പോൾ തുടക്കത്തിൽ പാടി തുടങ്ങിയ സമയത്ത് ആദ്യത്തെ ഒരു ഹിറ്റ് സിനിമയിൽ വന്നത് ഓർക്കുന്നുണ്ടോ? ഉറുമിയിൽ ആരാണ് അത് തന്നെയാണ്. ആ പാട്ടിലാണ് എൻ്റെ ശബ്ദം മലയാളികൾ സിനിമാ പ്രേക്ഷകർ കേട്ടത്. അതിന് മുമ്പേ ബ്ലാക്ക് കാറ്റ് എന്ന സിനിമയിൽ അൽഫോൺസോൻ്റെ ഒരു നല്ല പാട്ടത്, ചിത്ര ചേച്ചിയുടെ കൂടെ ഡ്യൂറ്റ് ഒരു പാട്ട്, അത് ഞാൻ എൻ്റെ ഫസ്റ്റ് പാട്ട് അതാണ്. അപ്പോൾ അത് ഐ എം വെരി ഹാപ്പി ദാറ്റ് അവരെ പോലെ ലെജൻഡിൻ്റെ കൂടെ ശബ്ദം വന്നു എന്ന് പറയുന്നത് തന്നെ വലിയ സന്തോഷം. ചേച്ചിയാണെങ്കിൽ ഭയങ്കര എന്താ പറയുക അക്കോമഡേറ്റീവാണ്, ഭയങ്കര കൺസിഡറേറ്റീവാണ്. അപ്പം ചേച്ചി ആ പാട്ടിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അൽഫോൺസാണ് ഒരു നല്ല പാട്ടാണ്, ആത്മാവിൻ കാവിൽ അങ്ങനൊരു പാട്ടുണ്ട്, നല്ല ഉഗ്രം പാട്ടാണ്. അപ്പോൾ ആ പാട്ട് എൻ്റെ പിച്ച് എന്താ പറയണ്ടേ, ഒരു ഫീമെയിൽ പിച്ചിൽ ഭയങ്കര ഹൈയാണ്. അപ്പം എനിക്കാണെങ്കിൽ താഴോട്ട് ബുദ്ധിമുട്ടുമാണ്, ആ പിച്ചിൽ താഴോട്ട് പോയാൽ പാട്ട് എനിക്ക് പാടാൻ പറ്റത്തില്ല. അപ്പം ചേച്ചി എടുത്ത് അൽഫോൺസ് ചേട്ടൻ പറഞ്ഞിങ്ങനെയാണ്, ജോബ് എന്ന സിംഗറാണ്, ഇങ്ങനെ ഈ പിച്ചിൽ കൂട്ടിയ ചേച്ചി അയ്യോ അമ്മ പാടിക്കോട്ടെ, ഞാൻ ആ മോളിൽ പാടിക്കോളാം, അത് കുഴപ്പമില്ല. അപ്പോൾ അവരത് പുല്ലുപോലെ പാടി വെച്ച് ഞാൻ ഞെട്ടിപ്പോയി. ഇത് പുള്ളിക്കാരി ഞാൻ പാടിയ ഇതിൻ്റെ അത് ഫീമെയിൽ രണ്ടുപേർക്ക് 2 റേഞ്ചാണല്ലോ, അതായത് പുരുഷന്മാരുടെ ഒരു റേഞ്ചിലുമാണ് സ്ത്രീകളുടെ. അപ്പോൾ നമ്മളുടെ കംഫർട്ടബിളായിട്ടൊരു സാധനം പിടിക്കുമ്പോൾ ചിലപ്പോൾ അപ്പുറത്ത് അൺകംഫർട്ടബിൾ ആകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ പുള്ളിക്കാരി അതൊന്നും എന്നെ ട്രബിൾ ചെയ്യണ്ട, ഫസ്റ്റ് സോങ് അല്ലേ, പുള്ളി പാടത്തെ. അപ്പോൾ പുള്ളിക്കാരി അത് ഈസിലി അത്ര ഹൈ പിച്ച്ഡ് ആയിപ്പോയി പുള്ളി. പക്ഷെ പുല്ലുപോലെ അത് പാടി ആ പുള്ളി എന്നെ ഡിസ്റ്റർബ് ചെയ്തില്ല. എൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ അൽഫോൺസ് ചേട്ടൻ പറഞ്ഞു കാണും ചിലപ്പോൾ. ചേച്ചിയായിട്ട് ഞാൻ ടൂറൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുമിച്ചല്ല, വേറെ വേറെ ആയിരുന്നു. എന്നാലും വാർത്തകളിങ്ങനെ കേൾക്കുമല്ലോ. അപ്പോൾ അന്ന് ഫസ്റ്റ് ട്രാക്ക് ചേച്ചിയുടെ കൂടെ വന്നത് ഒരു വളരെ സ്പെഷ്യൽ സോങ്ങാണ്. അതെനിക്ക് ഈ ഒരു ജെസ്റ്ററായി റിയലി എന്താ പറയുക, ഇന്നും ആരാധനയോടുകൂടെ ഞാൻ ഓർക്കും. പിന്നീട് ഫിലിം കമ്പോസറായിട്ട് വന്നപ്പോഴും ചേച്ചിയോട് റെക്കോർഡിംഗ് എക്സ്പീരിയൻസ് ഒന്ന് രക്ഷയില്ല. അത് നമ്മൾ ഒന്ന് ചോദിച്ചാൽ 10 കിട്ടും. ഒന്നും കൊണ്ട് നമ്മൾ ചെന്നാൽ 10 കൊണ്ട് തിരിച്ചു വരാം. എന്നിട്ട് പറയും പഴയ പോലെ ഒന്നും പറഞ്ഞു ചേച്ചിയുടെ സിംപ്ലിസിറ്റിയിൽ അങ്ങനെ പറയും അങ്ങനെ പറ്റുന്നില്ല എന്നൊക്കെ. എവിടെ ഒന്നുമില്ല, ഇപ്പോഴും ഒരു കുഴപ്പമില്ല, ശബ്ദത്തിനും എബിലിറ്റിയൊക്കെ ആ ലെവലിലല്ലേ. ചേച്ചി വളരെ ഈസി ആയിട്ട്, പിന്നെ നമ്മൾ ഭാഷ കൈകാര്യം ചെയ്യുന്നതിനോടെ ഒരു രക്ഷയില്ല. അവരുടെയൊക്കെ ഒരു പെർഫെക്ഷൻ കാവല സാറിന് നിർബന്ധമായിരുന്നു ചേച്ചിയെ കൊണ്ട്. അല്ല എനിക്ക് ഓഫ്കോഴ്സ് എൻ്റെ നിർബന്ധമായിരുന്നു. സാറ് മലയാളം ചിത്രയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ, ചിത്രയെ കൊണ്ട് പാടിച്ചാൽ മതി ജോബേ. അപ്പോൾ പിന്നെ ചിന്തിക്കണ്ട, ഞാൻ പോയി പിന്നെ വലിയൊരു അത് ഭയങ്കര എക്സ്പീരിയൻസ്. പിന്നെ ചേച്ചിയോട് യാത്ര അതിന് മുമ്പ് ഒരു ടൂറൊക്കെ ചെയ്തിട്ടുണ്ട്, UK ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ചേച്ചിക്ക് അറിയാം എൻ്റെ പേഴ്സണലി. പിന്നെ ചേച്ചി ഭയങ്കര എൻകറേജിങ് ആണ്, ഒരിക്കലും ഒരാളെയും ഡീമോട്ടിവേറ്റ് ചെയ്യുന്നത് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല, ഒരു നോട്ടം കൊണ്ട് പോലും. ഞങ്ങളുടെ കൂടെ ട്രാവൽ ചെയ്തപ്പോഴൊക്കെ ആയാലും ഞാൻ എപ്പോഴും ഒരു ടെൻഷൻ പാർട്ടിയാണ് മൊത്തത്തിൽ. അപ്പം ആ യാത്രയ്ക്ക് എൻ്റെ തുടക്കത്തെ ട്രിപ്പ്, ആദ്യത്തെ ഇപ്പോൾ പുള്ളിക്കാരിയെ പോലെ ഒരു വലിയൊരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ടീമിൽ പെട്ട് അതും ഞാൻ ആദ്യത്തെ പാട്ട് പാടണം, ഓപ്പൺ ചെയ്യണം. ടെൻഷൻ അടിച്ചു സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുക, പാടാൻ പറ്റുന്നില്ലേ, എല്ലാവരും തുടങ്ങിയിട്ട് ഞാനിങ്ങനെ ചിരിച്ച് നിൽക്കുക. എനിക്ക് ശരിക്കും നടന്ന കാര്യമാണ് UK. അപ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കുക, അപ്പോൾ എന്ത് ചെയ്യണം തുടങ്ങി. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ സ്റ്റേജ് വന്നിട്ട് ഇങ്ങനെ ഹഗ് ചെയ്ത്, എൻ്റെ ഷോയിൽ എന്തിനാണ് പേടിക്കുന്ന ജോബ്, ധൈര്യമായിട്ട് ഇത്രയും കഴിവുള്ളതുകൊണ്ടല്ലേ ഞാൻ വിളിച്ചത് അപ്പോൾ പറഞ്ഞു ബൂസ്റ്റ് ചെയ്തിട്ട്. ഞാൻ പിന്നെ പൊളിച്ചു. എനിക്ക് മാക്സിമം വന്നത് അപ്പോൾ ഒരു വാക്ക് അത്രയും നമ്മളെ എലിവേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചേച്ചി
അതുകൊണ്ട് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. കുറച്ച് മൊമെന്റ്സ് ഒരുമിച്ച് കിട്ടിയിട്ടുള്ളൂ. ബട്ട് വെരി ഇൻസ്പയറിങ് ലേഡി. ജോ, ഈ പാടുന്ന പാട്ടുകളെ എനിക്കതിന്റെ കറക്റ്റ് യൂസേജ് കറക്റ്റാണെന്ന് അറിയില്ല. നല്ല റേഞ്ച് ഉള്ള, അതായത് നല്ല എനർജി ഉള്ള സോങ്സ് ആണ് കൂടുതലും. അത് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ഇപ്പൊ ഈ ആരാന്നേ ആണേലും അല്ലെങ്കിൽ കാവലാൾ, അങ്ങനെ നല്ല ഹൈ പിച്ച് കാടേറാൻ വാ, അല്ലെങ്കിൽ തുറവി ഇഷ്ടമാണ്. ഓപ്പൺ ത്രോട്ട് സിംഗ് അല്ല, അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ ഓരോ പാട്ടുകാർക്കും ഓരോ വോയിസ് റേഞ്ചസ് ഉണ്ടാവും. ഇപ്പം ചിലരുടെ ലോവർ ഏരിയ ഭയങ്കര സ്ട്രോങ്ങും, അത് ഒരു കുറ്റമല്ല. അത് നമുക്ക് ഓരോരുത്തർക്ക് കിട്ടുന്ന ഒരു അപ്പം എനിക്ക് എൻ്റെ ഇതിന് ഞാൻ ഇച്ചിരി കൂടെ ഹൈ പിച്ച്ഡ് പാട്ടുകൾ പാടാൻ എനിക്കൊരു ഇഷ്ടവും എന്തോ അതിനെന്താ പറയേണ്ടതെന്ന് അറിയില്ല. പക്ഷെ എന്തായാലും എനിക്ക് വിബ്രാറ്റോ അല്ല ഇത് ഈ പറഞ്ഞ കണക്ക് ഓരോ വോക്കൽ റേഞ്ചസ് ഇല്ലേ. അപ്പം നമ്മൾക്ക് ഏത് റേഞ്ച് കിട്ടുന്നോ ആ റേഞ്ചിൽ പെർഫെക്ഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ഓരോ പാട്ടുകാരനും ചെയ്യാൻ പറ്റുക. അധികം വലിക്കാൻ പറ്റത്തില്ല. ഇപ്പം എനിക്ക് താഴോട്ട് വീക്കാണ്. അപ്പോൾ താഴോട്ട് അധികം വലിച്ചാലും വലിയത്തില്ല. ഒരു പരിധിയുണ്ട് ഇതിനൊക്കെ. ഓരോരുത്തരുടെ വോയിസിന് കിട്ടുന്ന ഒരു കമ്പോസേഴ്സ് അപ്രോച്ച് ചെയ്യുന്നതിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ പാട്ടുകൾക്ക് കൂടുതൽ അപ്രോച്ച്? അല്ല, ഉറപ്പായിട്ടും ആയിരിക്കുമല്ലോ. എൻ്റെ സ്ട്രെങ്ത്തിലായിരിക്കുമല്ലോ അവർ വിളിക്കുന്നത്. എനിക്കത് ഇപ്പോൾ ലൈവിനും എനിക്കത് ഗുണമാകാറുണ്ട്. നമ്മൾ പെർഫോം ചെയ്യുമ്പം ഓഡിയൻസിൽ തുറന്ന് ഒരു വോളിയത്തിൽ വോയിസ് ചെല്ലുമ്പോൾ അവർക്കൊരു ഇഷ്ടപ്പെടാനുള്ളൊരു സാധ്യത കൂടുതലായിട്ട് കാണാറുണ്ട്. അത് എനിക്കറിയില്ല, നമുക്കങ്ങനെ അതൊരു സ്ട്രെങ്ത് തന്നെയാണ്. പക്ഷെ അത് സ്ട്രെയിനേഴ്സ് ആണെന്ന് ചോദിച്ചാൽ സ്ട്രെയിനേഴ്സ് ആണ്. എൻ്റെ ഒരു ഷോ 1.5 മണിക്കൂർ ഒരു ഷോ ഞാൻ ചെയ്താൽ ഞാൻ ബാക്ക് ടു ബാക്ക് കോൺസേർട്ട്സ് എടുക്കില്ല ഒരിക്കലും. അത് എത്ര വന്നാലും ഞാൻ എടുക്കില്ല. ഇന്ന് ചെയ്താൽ നാളെ ചെയ്യില്ല, ഉറപ്പാണ്. ഞാൻ ഒരു ദിവസമെങ്കിലും ഗ്യാപ്പ് കൊടുത്തേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ 2 ദിവസം ഗ്യാപ്പ്. അപ്പോൾ സ്ട്രെയിനേഴ്സ് ആയതുകൊണ്ട് തന്നെയാണ് അത്. പിന്നെ പാട്ട് പ്രാക്ടീസ് ചെയ്ത സമയത്ത് ഈ സൂഫിയൊക്കെ ഒത്തിരി കേൾക്കുമായിരുന്നു. അപ്പം തുറന്ന് പാടാനുള്ളൊരു ഇഷ്ടം കൂടുതലായിരുന്നു. അപ്പം ഫത്തേ അലി ഖാൻ മുതൽ കൈലാഷ് ഖേർ ഇങ്ങനത്തെ ആർട്ടിസ്റ്റുകളൊക്കെ ഒത്തിരി കേൾക്കുമായിരുന്നു. പിന്നെ ഓപ്പൺ ത്രോട്ട് സിംഗിങ്ങിലോട്ട് ഞാൻ എല്ലാം ഇങ്ങനെ നമ്മൾ എന്താ പറയുക, അയൺ മെയ്ഡൻ ഒത്തിരി കേൾക്കുമായിരുന്നു. അപ്പം ബ്രൂസ് ഡിക്കിൻസൻ്റെ വോക്കൽ, വിബ്രാറ്റോ ഉള്ള സിംഗിങ് സ്റ്റൈലും ഒക്കെ ഒരു കാലത്ത് അത് പാടി അങ്ങനെ ആയിപ്പോയി. എല്ലാം കയ്യിൽ നിന്ന് പോകും. നമ്മുടെ ഇപ്പം ഹേ ഇങ്ങനത്തെ ഒരു സാധനമല്ലോ, ഹലോ ബി ദൈ നെയ്മ്, ഇങ്ങനത്തെ ജോണേഴ്സ് ഉണ്ടല്ലോ. അങ്ങനത്തെ അതിലൂടെ നമ്മൾ കണ്ടമാനം ഒബ്സസ്ഡ് ആയിട്ട് ടോട്ടലി അങ്ങനെ ആയിപ്പോയ ഒരു കാലമുണ്ട്. പക്ഷെ നമ്മൾ തന്നെ അതിനെ വലിച്ച് തിരിച്ചതിനെ ഇത് ഞാനല്ല, ഇത് പുള്ളിയുടെ പ്രേതം കയറിയതാണ്. അപ്പോൾ നമ്മൾ അത് വിട്ടേ പറ്റൂ. ഒരു ആർട്ടിസ്റ്റിനെ പോലെയും ആവാനും പറ്റില്ല. ആവാൻ നോക്കിയാൽ ആ ആർട്ടിസ്റ്റിന് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവില്ല. നമ്മൾ തിരിച്ചറിഞ്ഞ് അത് പിടിക്കുക എന്നുള്ളതാണ്. ഇപ്പം ദാസാറിനെ പോലെ പാടുന്ന ഒത്തിരി പേരുണ്ട്. ദാസാർ ആവില്ല ഒരിക്കലും. ഹീ ഈസ് ദ ഓൺലി വൺ ആൻഡ് ഹീ ഈസ് യുണീക്ക് ആൻഡ് ഹീ ഈസ് ദ ഓൺലി വൺ. ആ പുള്ളിയെ പോലെ നമ്മൾ ഒത്തിരി ഫോഴ്സ് ചെയ്തിട്ടും കാര്യമില്ല. നമ്മളെല്ലാം ഉള്ളിൽ എല്ലാവരും യേശുദാസ് ഉറങ്ങിക്കിടപ്പുണ്ട് എന്ന് വെച്ചാൽ അതേപോലെ പാടാൻ ശ്രമിക്കുന്ന ഒരു മനസ്സ്. പക്ഷേ നമുക്കൊരിക്കലും അതാവാനും പറ്റില്ല. നമ്മുടെ യുണീക്ക് ഒരു ഐഡൻറ്റിറ്റി പോവുകയും ചെയ്യും. ഇമിറ്റേഷൻ എന്ന് പറയുന്ന സംഭവത്തിനോട് എനിക്ക് യോജിപ്പില്ല. അത് പേഴ്സണൽ കാര്യം. അവരെ പോലെ അവരുണ്ടല്ലോ, നമ്മളെപ്പോലെ നമ്മളായാൽ മതി എന്നുള്ള. അപ്പം ഇമിറ്റേറ്റ് ചെയ്യാൻ എല്ലാവർക്കും പ്രവണത തോന്നും, ഇഷ്ടമുള്ള കലാകാരനെ ഇമിറ്റേറ്റ് ചെയ്യുന്നു. പക്ഷെ അവിടെ നിന്ന് മാറിയാലേ നമുക്കൊരു ഐഡൻറ്റിറ്റി. ഇപ്പോൾ ശങ്കർ മഹാദേവൻ സാർ അല്ലെങ്കിൽ ഹരിഹരൻ, ഇവരെല്ലാം അവരായിട്ട് നിൽക്കുന്നതിൻ്റെ ഒറ്റ റീസൺ എന്ന് പറഞ്ഞാൽ അവരുടെ ശബ്ദവും അവരുടെ ശൈലി അവർക്ക് മാത്രമേ ഉള്ളൂ. ഈ ആരാണ് റെക്കോർഡ് ചെയ്യുമ്പോൾ പൃഥ്വിരാജിന് വേണ്ടിയിട്ടാണ് എന്ന് എനിക്കറിയില്ലായിരുന്നു. അല്ല, പൃഥ്വിയുടെ പടമാണെന്ന് പൃഥ്വി അന്ന് റെക്കോർഡ് ചെയ്യുന്ന നിങ്ങൾ കുറേ പേര് 3-4 പേര് പാടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ആരാണ്. അപ്പം എന്നെ പാടിക്കുന്ന സമയത്ത് പാടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കേട്ട കഥയാണ്. ദീപക് സാർ ഇങ്ങനെ, പുള്ളി പ്രൊഡ്യൂസറും കൂടെ ആണല്ലോ പൃഥ്വി. അതിൻ്റെ അത് അപ്പോൾ സന്തോഷ് സാറിനെയൊക്കെ കേൾപ്പിക്കുമ്പോഴിങ്ങനെ പറഞ്ഞാൽ ഇത് പുതിയൊരു സിംഗറാണ് ജോബ് കുര്യൻ. അപ്പം പുള്ളി പറഞ്ഞത് പുതിയതല്ല, പഴയ പാർട്ടിയാണ്, എൻ്റെ ഫ്രണ്ടാണ്. അത് അന്ന് ആ ഒരു വീഡിയോയിലും അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടതാണെന്ന് അറിയത്തില്ല. വീടെ ഒരു ദുബായിലൊരു പുള്ളി പുതിയ ആളല്ല, പഴയ ആളാണ്. അപ്പോൾ അതോ പുള്ളി അപ്പം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഓക്കെ ആയി എന്ന് തോന്നുന്നു. അപ്രൂവ് ചെയ്തു, അത് വെച്ചാൽ മതി, അങ്ങനെ ഒരു സാധനം. ആസ് എ ഫ്രണ്ട് ഐ താങ്ക് ഹിം. അത് പാട്ട് വന്നത് ഒരു വലിയൊരു സന്തോഷമായി എനിക്കും. അതിൻ്റെ പ്രൊമോയ്ക്കൊക്കെ ഞാൻ പോകുമ്പോഴേക്കും ഇങ്ങനെ പറയുന്നു, ഞാനിങ്ങനെ ഐ വാസ് പ്രൗഡ് ദാറ്റ് ഐ വാസ് പാർട്ട് ഓഫ് ഹിസ് ഫിലിം. കൊള്ളാം, ഇപ്പോഴും ആ ഒരു സ്നേഹത്തിൽ തന്നെ ഉണ്ട്. പിന്നെ അപ്പോഴാണോ കാണുന്നത്?
ഞങ്ങളങ്ങനെ എല്ലാ ദിവസവും വിളിക്കുന്നത് അങ്ങനെ ഒരു ബന്ധമല്ല. അല്ലെങ്കിൽ വല്ല റെയറസ്റ്റ് ഇപ്പോൾ ഈയിടെ പുള്ളിക്കൊരു വലിയ അപ്രിസിയേഷനൊക്കെ കിട്ടുമ്പോൾ ഞാൻ അപ്പോൾ തന്നെ പുള്ളിയുടെ ഒരു സ്നേഹം താങ്ക്സ് എടാ അങ്ങനെ ഒരു നല്ല വല്ലപ്പോഴും. പക്ഷെ എന്നാലും നിർത്തിയെടുത്ത് വെച്ച് തുടങ്ങാൻ പറ്റുന്നുണ്ട്. അതാണ് ദാറ്റ്സ് വാട്ട് ഐ എം ഹാപ്പി അബൌട്ട്. സ്കൂളിൽ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ ഇപ്പോഴും ഞങ്ങളൊരു ഇടയ്ക്ക് കിട്ടുന്ന കുറച്ച് സമയം പെട്ടെന്ന് അങ്ങനെ ആവാൻ പറ്റുന്നുണ്ട്. അടിപൊളിയാവും. ഇമ്രാനിലേക്ക് പാടി കഴിഞ്ഞിട്ട് പുള്ളി ഫോണിൽ സംസാരിച്ചത് കളിയാ അപ്പം തന്നെ സ്കൂൾ മോഡലോട്ട്. അതൊരു വലിയ സന്തോഷമല്ലേ നമുക്കൊരു. ഞാനിത് ഓണസ്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വി ആർ ലുക്കിംഗ് അപ്പ് ദെയർ, ഹീസ് ഡൂയിങ് റിയലി വെൽ. അപ്പോൾ നമുക്കൊരു ടെൻഷൻ, ഇനിയിപ്പോൾ പുള്ളി പഴയ പോലെയൊക്കെ നമ്മുടെ അടുത്ത് പെരുമാറുമോ, ഇനിയിപ്പോൾ നമ്മളെങ്ങനെ ബിഹേവ് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ നമുക്കൊരു. പക്ഷേ ഐ വാസ് റിയലി ഹാപ്പി ദാറ്റ് ഓൾ ദ ടൈംസ് വി ഹവ് മെറ്റ് ഹി ഈസ് ദ സെയിം. എൻ്റെ അടുത്ത് വളരെ അതേപോലെ തന്നെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അടിപൊളിയാണ്. ഞാൻ ഒരുമിച്ച് പാടുകയൊക്കെ ചെയ്യാറുണ്ട് സ്റ്റേജിൽ. ഒരു തരത്തിൽ ചിലപ്പോൾ എന്താ സ്കൂൾ ഡേക്ക് വരുമ്പോൾ ഞാൻ അവനെ ഫോഴ്സും ചെയ്തിട്ടുണ്ട്. എടാ ഈ പാട്ട് നീ പാടണം. അങ്ങനെ സ്റ്റേജിലൊക്കെ കയറി ഒരുമിച്ച് പാടുകയും. ട്രിവാൻഡ്രത്ത് ഭാരതീയ വിദ്യാഭവൻ സ്കൂളിൽ സെയിം ബാച്ചാണ്. ഈ പ്രൊക്രാസ്റ്റിനേഷൻ നന്നായിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഒരു വർക്ക് ഉണ്ടെങ്കിൽ കുറച്ച് സമയം എടുത്ത് ചിന്തിച്ച് അതാണ് എല്ലാം ഫീലാണ്. അൾട്ടിമേറ്റ്ലി എന്തിനും ഒരു ഫീൽ എലിമെൻ്റ് ഇല്ലെങ്കിൽ ഒന്നും ഇപ്പോൾ ചായ കുടിക്കുന്നത് ഇങ്ങനെ നോക്കും, അപ്പം അതാ കറക്റ്റാണോ ഇത് എല്ലാം ആ ഫീല് കിട്ടിയാലേ അത് ആസ്വദിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊരു എനിക്കൊന്ന് കലാകാരന്മാരൊരു പരിധി വരെ അതിലൊക്കെ. അപ്പോൾ നമ്മുടെ ചൂട് ഭക്ഷണത്തിൻ്റെ ഒരു അളവ് കൃത്യം എല്ലാം ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് പ്രതിഷേധം കാണിക്കൊന്നുമില്ല. ഞാനത് അളവ് കുറച്ച്, മറ്റേതാണെങ്കിൽ നല്ല ആസ്വദിച്ച് വണ്ടി ഓടിക്കുമ്പോൾ ടയേഴ്സ് നല്ല കണ്ടീഷനായിരിക്കണം, അല്ലെങ്കിൽ പൊടി കുറവായിരിക്കണം, മൊത്തത്തിൽ ആ ഒരു കൺട്രോൾ അങ്ങനെ കിട്ടിയാൽ നല്ല രസമായിട്ട് ഇങ്ങനെ ഓടിക്കാൻ ഇഷ്ടം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം കറക്റ്റ് ചെയ്ത് ഒരു പെർഫെക്ഷനിസത്തിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അത് ചില സമയത്ത് മോശമായിട്ടും വരും, ചില സമയത്ത് ഗുണമായിട്ടും വരും. ഈ സ്റ്റേജ് ഷോയിൽ ഇത് എഫക്ട് ചെയ്യാറുണ്ടോ? സ്റ്റേജ് ഷോ ചെയ്യുമ്പോൾ ആ സോൺ എത്തുന്നില്ല അല്ലെങ്കിൽ? ആ ഉറപ്പായിട്ടും സ്റ്റേജിൽ ഏറ്റവും ക്രൂഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ പറയത്തില്ലേ സൗണ്ട് ചെക്ക് എന്നൊക്കെ പറയുന്ന പ്രോസസ്സ്. നമ്മുടെ നാട്ടിൽ ആ ഇമ്പോർട്ടൻസ് ഒക്കെ ഇപ്പം ഉണ്ട്. ഇടയ്ക്കൊന്നും അങ്ങനെയില്ല. അപ്പോൾ ഒന്ന് വരുന്നു, അപ്പോൾ പ്രേക്ഷകൻ നോക്കുമ്പോൾ മൈക്കുണ്ട് പാടിയാൽ പോരെ. അങ്ങനെയല്ല, അതിനകത്ത് കുറേ നമ്മുടെ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് അത്രയും ടെക്നീഷ്യൻസ് ഒരുമിച്ച് കൊണ്ടുവരുന്നൊരു ബ്യൂട്ടിയാണത്. സ്റ്റേജിൻ്റെ അകത്തെ നമ്മളുടെ മോണിറ്ററിങ്, അത് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതൊത്തു വന്ന് നമുക്ക് ആ മ്യൂസിക്കലൊരു ട്രാൻസ് കിട്ടിയാൽ ഹാപ്പിനെസ് കിട്ടുമ്പോഴാണ് അത് പ്രേക്ഷകന് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനതിൽ പെർട്ടിക്കുലറാണ്. അതിലെല്ലാ അപ്ഗ്രഡേഷൻസും ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ പെർട്ടിക്കുലറായിട്ട് പറയും ഇവൻസ് ചെയ്യുന്നത് എനിക്ക് ഐ വോണ്ട് MOH മോണിറ്റർ എഞ്ചിനീയർ വേണം, ഇന്ന ആൾ വേണം. അപ്പോൾ എല്ലാവരും പറയും ഇവനെ കൊണ്ട് അങ്ങനെ. പക്ഷേ അവർക്കറിയല്ലേ, ഞാൻ അവരോട് ആരും ഹാർഷായിട്ടൊന്നും പറയാറൊന്നുമില്ല. എല്ലാവരും ചേട്ടാ ഇതുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം ചെയ്യാം. അപ്പോൾ കാരണം അത് വലിയ ഘടകമാണ്. നമ്മളെ വിശ്വസിച്ച് നമ്മളെ കേൾക്കാൻ ഇത്ര പേര് വന്നിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല ഇത് വിളമ്പണ്ടേ, അതിൻ്റെ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ശ്രമം ഞാൻ നടത്താറുണ്ട്. ഇന്ന ഓഡിയോ കമ്പനീസ് അസോസിയേറ്റ് ചെയ്യുന്ന ആയിരിക്കണം, അവർക്ക് നമ്മളുടെ ടെക് റൈഡർ മീറ്റ് ചെയ്യാൻ പറ്റണം, നമ്മുടെ കോ ആർട്ടിസ്റ്റ് പ്രാക്ടീസ് മസ്റ്റ്. ഇപ്പോഴും എല്ലാ ഷോയ്ക്കും നമ്മൾ പ്രാക്ടീസ് ചെയ്യാതെ കയറുന്ന പ്രശ്നമില്ല. അവർ മിനിമം 2 ദിവസം പ്രാക്ടീസ് എന്തായാലും ചെയ്യും. അതൊരു റൊട്ടീനാണ്. അത് അങ്ങനെ ചെയ്താലേ എനിക്ക് തൃപ്തിയുള്ളൂ. അല്ലെങ്കിൽ ചെയ്തില്ലെന്നേ ഉള്ളൂ, കുഴപ്പമില്ല. പക്ഷേ ചെയ്യുമ്പം നല്ലോണം പ്രിപ്പയർഡ് ആയിരിക്കണം. ചിലപ്പോൾ വിധി ചില മോശമായിരിക്കും, അതൊന്നും പറഞ്ഞു. പക്ഷേ നമുക്ക് നമ്മളോട് സംശയമില്ലാതെ സ്റ്റേജിൽ നിൽക്കാൻ പറ്റണം. ഐ ആം പ്രിപ്പയർഡ്. അപ്പോൾ അത് നോക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകനുമായിട്ട് നമുക്ക് ധൈര്യമായിട്ട് കോൺഫിഡൻ്റായിട്ട് അവരുടെ അടുത്ത് ഇടപഴകാനും പറ്റും. മറ്റേത് സംശയം കിടക്കും. മറ്റേ പ്രാഞ്ചിയേട്ടൻ പറയുന്ന പോലെ മറ്റേ പേടി മാറില്ല, കള്ളത്തരം കാണിച്ചിട്ട് സ്റ്റേജിൽ കയറിയാൽ ആ സാധനം പറ്റില്ല. എന്തായാലും ഞാൻ പ്രിപ്പയർഡാണ്. ബാക്കി ലെസ് ലീവ് ഇറ്റ് ടു ദ ഓഡിയൻസ്. ഒരു സർവശക്തൻ, ഇപ്പം പലമുഖമായാലും കുഴപ്പമില്ല. ഓഡിയൻസ് കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യാതെ വരുന്ന സിറ്റുവേഷൻസ് ഉറപ്പായിട്ടും എപ്പോഴും വരും. അവരെ മൂഡ് നമ്മൾ മാക്സിമം അത് അവരെ അതിലേക്ക് കൊണ്ടുവരാൻ നോക്കുക.
ഒരുമാതിരിയൊക്കെ വരുമെന്നേ. എല്ലാവരും മനുഷ്യരല്ലേ, നമുക്ക് നമ്മൾ സ്നേഹത്തോടെ അത് അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ, ഞാൻ ഇന്നലത്തെ ഷോ തന്നെ ഞാൻ സുപ്രിയയുടെ അടുത്ത് പറയാം, വളരെ സ്റ്റിഫായിട്ടുള്ള ഓഡിയൻസ് ആയിരുന്നു. എന്ന് വെച്ചാൽ അവർ അപ്പം ഞാൻ പക്ഷേ ഞാൻ ഓരോ കാര്യങ്ങളിൽ ഞാൻ പാട്ട് അവരോട് ഇൻട്രാക്ട് ചെയ്തത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ കേമല്ലോ, അത് എൻ്റെ സ്വന്തം പാട്ടുകൾ കേൾക്കാത്തവരാണ്. പക്ഷേ നമ്മളതിൻ്റെ കണ്ടൻറ്റ് പറഞ്ഞ് മാക്സിമം അവരായിട്ട് നമ്മൾ ബി ട്രൂ എന്നുള്ളതാണ്. നമ്മളവരെ ഇമ്പ്രസ് ചെയ്യാൻ നോക്കിയിട്ട് കാര്യമില്ല. നമ്മളായിട്ടങ്ങ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അവരെടുക്കും. സ്വീകരിച്ച ചരിത്രങ്ങളാണ് കൂടുതൽ. പിന്നെ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളൊക്കെ വരുമ്പോഴേക്കും ചിലപ്പോൾ നമ്മൾ കുടുങ്ങി പോകും. ചിലപ്പോൾ രണ്ടുപേരും നമുക്ക് ഭയങ്കര വഴക്കുള്ള ഒരു സ്റ്റേജിൽ നമ്മൾ കേട്ടാൽ നമ്മുടെ കാര്യം പോക്കാണ്. എന്നാൽ പോലും ഓഡിയൻസ് അത് ഒരു പരിധി വരെ അത് റെസിപ്രോക്കേറ്റ് ചെയ്യാറുണ്ട് നല്ല രീതിയിൽ തന്നെ. പിന്നെ നമ്മൾ എന്തും പൊളൈറ്റായിട്ട് പറഞ്ഞാൽ എന്തും പറയാം എന്നുള്ളത് തന്നെയാണ്. ഞാൻ എൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങളും ഓഡിയൻസിനകത്ത് ഷെയർ ചെയ്യാറുണ്ട്. ഇത് കാണിച്ചാൽ ശരിയായില്ല ചേട്ടാ, മോശമാണ്. അപ്പോൾ പറയുന്ന രീതിയിൽ പറഞ്ഞാൽ മതി, എല്ലാവർക്കും അറിയാം, അവർക്കും മനസ്സിലാവും അത്. ഇപ്പം ചിലർ അത് പാടറാ ഇത് പാടറാ എന്നൊക്കെ പറയുന്ന ഓഡിയൻസ് ഉണ്ടല്ലോ. ചില ആ പാട്ട് പാടറാ, അടിച്ചുപൊളി പാടറാ പറയുമ്പോൾ ഞാൻ പറയും, ചേട്ടാ അങ്ങനെ പറയുന്ന മോശമല്ലേ, ഞങ്ങളുടെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ ഇങ്ങനെ തോന്നും എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് വിഷമമാക്കുന്ന അപ്പോളജിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ. അപ്പോൾ പക്ഷേ ഓഡിയൻസായിട്ടൊരു ബന്ധം എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ ഒരു അക്സെപ്റ്റൻസും അതാണ് നമുക്ക് കൂടുതൽ ഹൈ തരുന്നത്. നമ്മൾ പ്രിപ്പയർ ചെയ്തങ്ങ് ചെല്ലുന്നു, അവരിങ്ങോട്ട് റെസിപ്രോക്കേറ്റ് ചെയ്ത് ആ ഷോ വിൽ ബിക്കം എ സെലിബ്രേഷൻ. പിന്നെ ചിന്തിക്കാനില്ല, അതൊരു ഉത്സവമാണ്, ഒരു കുടുംബം പോലെ ആവും. അങ്ങനെ ചില സ്റ്റേജസ് എന്ത് രസമെന്ന് പറയും, അത് വേറെ പറയുമ്പോൾ തന്നെ സന്തോഷം വരും. അതങ്ങനെയാണ് കോൺസേർട്സിനൊരു പ്രത്യേക. പിന്നെ അതുപോലെ സ്വന്തം പാട്ടുകളിൽ നിന്ന് പ്രേക്ഷകൻ തിരിച്ച് പാടുമ്പം അത് കിട്ടുന്ന സന്തോഷം വേറെയാണ്. അപ്പം നമ്മൾ പാടിയ പാട്ടുകൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ സന്തോഷം ഇല്ലെന്നല്ല. ഇപ്പം ഭാവോ പദയാത്രയോ റൂട്ട്സോ അല്ലെങ്കിൽ കണ്ണോട് കണ്ണാടി ഇതൊക്കെ ഫുള്ളൊരു ഓഡിറ്റോറിയം മുഴുവൻ തിരിച്ച് പാടുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത് ക്രിയേറ്ററിന് അതിൽ കൂടുതൽ കിട്ടാനില്ല എന്നുള്ളതാണ്. ഞാനത് എൻജോയ് ചെയ്ത് ഇങ്ങനെ പെർഫോം ചെയ്യുന്ന ആളാണ്. മറക്കും, കയറുന്നവരെ അങ്ങേയറ്റം ടെൻഷനും, കയറി കഴിഞ്ഞാൽ ഫുൾ വേറെ പേഴ്സണാലിറ്റി ആവാൻ പറ്റാറുണ്ട്. ബിക്കോസ് ഓഫ് ദി എനർജി ലെവൽസ്. കൂടെ നിൽക്കുന്നവരുമായിട്ടും ഉള്ളൊരു സ്നേഹം, അത് അങ്ങേറ്റം ഒരു ഈഗോയിസ്റ്റിക് ആയിട്ട് ഒരു അപ്രോച്ചും അല്ലെങ്കിൽ പരസ്പര ധാരണ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമൊന്നും വെച്ച് ഞാൻ സ്റ്റേജിൽ കയറാറില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺസെർട്ടിന് മുന്നേ എല്ലാം സംസാരിച്ച് ഇങ്ങനെ തോന്നിയെങ്കിൽ അതങ്ങനെയല്ല, അല്ലെങ്കിൽ അത്രയും പ്യുവറായിട്ട് മാക്സിമം ഞാൻ കയറാൻ നോക്കാറുണ്ട്. അപ്പോൾ അതെല്ലാവരും തമ്മിലുള്ള ഒരു സ്നേഹം ഓഡിയൻസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. അങ്ങനെ അപ്പോൾ എല്ലാം നമ്മൾ ഒരു പ്രയറുണ്ട്. ഞങ്ങൾ ബാൻഡ് ഫുൾ എല്ലാവരും നിന്നിട്ട് ടീം ഫുള്ള് നിന്നിട്ട് സൈലൻറ്റ് ഒരു പ്രയർ. ഞാൻ എന്തെങ്കിലും ഉറപ്പായിട്ടും നമുക്കൊരു എനർജി, ഒരു സ്നേഹത്തിൻ്റെ ഒരു പ്രയർ. അത് ഇന്ന ഇതൊന്നുമില്ല, ജസ്റ്റ് ഒരു എല്ലാവരും. പിന്നെ അങ്ങനെ ഒരു റിച്വലുണ്ട്. അതല്ലെങ്കിൽ ചിലപ്പോൾ ഓടിച്ചാടി കയറേണ്ടിയൊക്കെ വരും ചില സ്റ്റേജിൽ. അങ്ങനെയാണെങ്കിൽ പുറകെ ഞാനിങ്ങനെ കാണിക്കും ഇങ്ങനെ, അപ്പോഴേക്കും എല്ലാവരും ഒരു റൗണ്ട് ഇങ്ങനെ അതൊക്കെ ഉറപ്പായിട്ടും നമ്മൾ ഇപ്പോഴും സ്റ്റേജ് കയറുന്നതിന് മുന്നേ ഒരു ഭയങ്കര ടെൻഷൻ. ഞാൻ റൂമിലൊക്കെ നടക്കുന്ന കണ്ട് നിങ്ങൾക്ക് എനിക്ക് വട്ടാന്ന് ഇങ്ങനെ നടക്കും. ഇപ്പം ശബ്ദ പ്രശ്നം, അവിടെ പ്രശ്നം മൊത്തം പ്രശ്നമാണെന്നൊക്കെ തോന്നും. പക്ഷേ റസീദ് താഴെ എത്തി സ്റ്റേജിൻ്റെ പരിസരത്തെത്തിയാൽ നമ്മളൊരു വേറെ ഒരു സോണിലോട്ട് പോകാനും അതൊരു എനിക്കിഷ്ടമാണ്, പേടിയുമാണ്. നമ്മൾ ഉത്തരവാദിത്തം ഹൈ അല്ലേ, ഇത്രയും പേര് ടിക്കറ്റൊക്കെ എടുത്ത് വന്നിരിക്കുന്നവർ, അതൊക്കെ പിന്നെ പേടിയുണ്ട്. പക്ഷേ എന്തോ ലക്കി ദാറ്റ് കയറുമ്പോൾ അത്യാവശ്യം തട്ടുകേടില്ലാണ്ടൊക്കെ പോകുന്നുണ്ട്. കേരളത്തിലെ ഇന്ത്യ മ്യൂസിക് ഇൻഡസ്ട്രി അത് ജോക്കുര്യൻ തുടക്കം തൊട്ട് ഉണ്ടായിരുന്ന ഒരാളാണ്. അതിന്റെ ഗ്രോത്ത്, ജോക്കുര്യന്റെ ഗ്രോത്തും ഇന്ത്യ മ്യൂസിക്കിന്റെ ഗ്രോത്തും ഏകദേശം ഒരുപോലെ പോയിരിക്കുന്നത്. അപ്പൊ എങ്ങനെ തോന്നുന്നു പ്രേക്ഷകർ അല്ലെങ്കിൽ ഓഡിയൻസ് പണ്ടത്തേക്കാൾ ഇന്നത്തേക്ക് ഇന്ത്യ മ്യൂസിക്കിലേക്കുള്ള സ്വീകരണം? ഉറപ്പായിട്ടും ഭയങ്കര ഹ്യൂജ് ഡിഫറൻസ് അല്ലേ. നമുക്കിന്നൊരു ഗോഡ് ഫാദർ ഇല്ലാതെ ആർട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. നമ്മളൊക്കെ തുടങ്ങുന്ന സമയത്ത് യൂട്യൂബില്ല, ഇങ്ങനെയുള്ള ഞാൻ എൻ്റെ പാട്ടുകളും കൊണ്ട് ഞാൻ എത്ര വാതിൽ മുട്ടിയിട്ടുണ്ടെന്ന് പറയും. താളം എന്നൊരു ആൽബം ചെയ്തിട്ട് അന്ന് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ ആർക്കും അറിയൂലല്ലോ. സിനിമാ പാട്ടുകളും നമ്മൾ ചെന്ന് എല്ലാ വാതിലുകൾ തട്ടി ഇത് പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു. ഇത്ര നഷ്ടത്തിൽ കടകൾ തോറും എത്ര കടകൾ, വലിയ ഞങ്ങളൊരു പാംപ്ലെറ്റൊക്കെ തയ്യാറാക്കിയേ
ഇപ്പോൾ നിങ്ങളെ എനിക്കറിയാം, മറ്റേ അമൃത സൂപ്പർ സ്റ്റാറിലുണ്ടായിരുന്ന കക്ഷിയല്ലേ. അപ്പോൾ ചില റെക്കോർഡ് ലേബിൾസ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പ്രേമഗാനം ചെയ്യൂ ഞാൻ എടുക്കാം. അതായത് ലവ് സോങ്സ് ആണെങ്കിൽ മാത്രമേ ഇവിടെ സെല്ലാവുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ചെയ്യണ്ട, നമ്മൾ പണങ്ങിയൊക്കെ പോന്നിട്ടുണ്ട് എത്ര സാർ. അങ്ങനെ ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ്. എനിക്ക് സോഷ്യൽ മീഡിയയ്ക്ക് തന്നെയാണ് നമ്മളതിൻ്റെ ഒരു വലിയ ക്രെഡിറ്റ് എന്ന് വെച്ചാൽ ഞങ്ങളുടെയൊക്കെ ഒരു എക്സിസ്റ്റൻസിന് തന്നെ അതാണ് ഏറ്റവും വലിയ ഘടകം. യൂട്യൂബ് വന്നപ്പോഴാണ് മൊത്തം കളി മാറിയത് അല്ലേ. നമുക്ക് പ്രേക്ഷകന് നേരിട്ട് ഒരു ആർട്ടിസ്റ്റിനെ കേൾക്കണ വന്നൊരു സംഭവം വന്നത് യൂട്യൂബിലൂടെയാണെന്നാണ് എനിക്ക്. പിന്നെ ഓഫ്കോഴ്സ് ചാനൽസിൻ്റെ വളർച്ച, ദൂരദർശനിൽ നിന്നും പണ്ട് ദൂരദർശൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ എല്ലാം വന്നപ്പം എക്സ്പോഷർ നാച്ചുറലി കൂടി. ജോബ് കമ്പോസ് ചെയ്ത് തുടങ്ങുന്ന ഒരു സമയത്തോ അല്ലെങ്കിൽ അതിന് മുമ്പോ ഒക്കെ ആയിട്ട് മലയാളം ഇൻഡി മ്യൂസിക് സീനിൽ ഒരു ഗെയിം ചേഞ്ചിങ് തോന്നിയ ഒരു ആൽബം അല്ലെങ്കിൽ സോങ്? അവിയൽ, എനി ഡേയ്സ്. അയ്യോ, ആശാന്മാരാണ് മാറ്റി മറിച്ചത്. മലയാളത്തിൽ ഇങ്ങനെ കേൾക്കാം ഒന്ന് ഞെട്ടിച്ച് കളഞ്ഞില്ലേ. നട ഇറങ്ങുന്ന സമയത്ത് ഞാൻ പണ്ട് കേൾക്കും, എൻ്റെ ദൈവം ഇത് ആ പാട്ട് ആനന്ദേട്ടൻ്റെ ഒരു മൊത്തത്തിലെ അവരുടെ ഒരു പരിപാടി, പണ്ടത്തെ ഒരു ആൽബം ഉണ്ടായിരുന്നു, നട മാത്രം ഇറങ്ങി. അപ്പം അന്ന് മലയാളീസൊക്കെ ഇതെന്തത് ബഹളോ എന്തോ ഇങ്ങനെയൊക്കെ അവർ കേട്ടിട്ടില്ല. പക്ഷെ സച്ച് എ ബ്യൂട്ടിഫുൾ ആൽബം. അത് കഴിഞ്ഞൊരു ആൽബം വന്നു, ഞാൻ താളമൊക്കെ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പേ ആണ് അത് ഇറങ്ങിയത് അന്ന്. അപ്പോൾ അവിയൽ തന്നെയാണ് മലയാളത്തിൽ, അതായത് ലാംഗ്വേജ് ഇസ് നോട്ട് എ ബാരിയർ. നമ്മുടെ ഭാഷയിലും വേൾഡ് ക്ലാസ് മ്യൂസിക് ചെയ്യാമെന്ന് കാണിച്ചു തന്നത് അവർ തന്നെയാണ്. ഞാൻ ലൈക്ക് റെക്സുമായിട്ടൊക്കെ വളരെ ക്ലോസ് ആണ് ഞങ്ങൾ പണ്ട് പോലെ. ഇപ്പോൾ താളമൊക്കെ മിക്സ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അത് ഗിറ്റാർസ് ബ്ലൂസൊക്കെ അത് വായിച്ചിരിക്കുന്ന പുള്ളിയാണ്, ഇതേപോലെ പക്ഷിയൊക്കെ. അപ്പോൾ പുള്ളി എൻ്റെ ലൈഫിലൊരു ഗെയിം ചേഞ്ചറാണ് റെക്സ്. എല്ലാം ഒരു മെൻറ്ററും ഒരു ബ്രദറും ഒക്കെയാണ്. അവിയൽ തന്നെയാണ് ഒരു കേരളത്തിൽ ആ ഒരു എന്താ പറയുക, ആ ഒരു കൊമേഴ്ഷ്യൽ പോപ്പിൽ നിന്നും റിയലി മാറി ചെയ്യാമെന്ന് കാണിച്ചു തന്നത്. അതിന് മുന്നേ ഒത്തിരി പ്രണയഗാനങ്ങളും മറ്റും ഉണ്ടായ ആൽബം കാലഘട്ടമുണ്ട്. അത് വിച്ച് ഇസ് നോട്ട് ബാഡ്. നമ്മുടെയൊക്കെ ചൈൽഡ്ഹുഡ് ഒത്തിരി പാട്ടുകൾ നല്ല പാട്ട്. പക്ഷേ ആ വിഷയമല്ലാതെയും പാട്ടുകൾ ഇറക്കാം, അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാമെന്ന് കാണിച്ചു തന്നത് അവിയൽ തന്നെയാണ്. മലയാളം റോക്ക് അങ്ങനെ ജോണറിൽ ഇത് രസമായിട്ടാണ് ചെക്കയിലെയും ഒക്കെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫോക്ക് ഇൻഫ്ലുവൻസ് വിത്ത് ഒരു വേൾഡ് ക്ലാസ് അറേഞ്ച്മെൻറ്റ്. അണ്ണന്മാർ തന്നെയാണ് എൻ്റെ വലിയ പുള്ളികളാണ്. ഞാൻ ഉറപ്പായിട്ട് ഒത്തിരി ഇൻസ്പയർഡാണ്. പ്ലസ് എൻ്റെ ജോണർ അതല്ല, പക്ഷേ എൻ്റെ ജോണറിൽ എന്നെ ചെയ്യാൻ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ചത് അവരുടെ ആൽബം ആയിരിക്കാം. പിന്നെ ചിന്തകളൊക്കെ സിമിലറാണ്. അപ്പോൾ ഞാൻ ഒത്തിരി ഞങ്ങൾ സമയം ഷെയർ ചെയ്യാറുണ്ട്. റെക്സാറിനോട് ഞാൻ ഒത്തിരി സംസാരിക്കാറുണ്ട്. അവിയലോട്ട് ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്, ഫീച്ചേർഡ്. ഇപ്പം എൻ്റെ ഈ പ്രോജക്റ്റിൽ റെക്സ് എന്തായാലും ഭാഗമാണ്. ആശാൻ 2 പാട്ടെങ്കിലും കാണും. പിന്നെ മിക്സ് ചെയ്യുന്നതൊക്കെ പുള്ളിയായിരിക്കും. ഞങ്ങളൊരു ബന്ധം ഒരിക്കലും എന്താ പറയുക, പ്രൈസ്ലെസ് റിലേഷനാണത്. സോഷ്യൽ മീഡിയയെ കുറിച്ച് കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു. ജോബ് അത്ര ആക്റ്റീവ് അല്ലാത്ത ഒരു ഏജിലാണ്, അതായത് ഒത്തിരി ഔട്ട് ഡെയർ എന്ന് പറയാത്ത ഒരു ആർട്ടിസ്റ്റാണ്, കുറച്ച് റിസർവ്ഡ് ആണ്. എന്താ അങ്ങനെ ഒരു ഔട്ട് ദ സെൻസ് നമ്മുടെ എല്ലാ അഭിപ്രായങ്ങളും സോഷ്യൽ മീഡിയ പറയണം എന്നുള്ളത് ഉള്ള അഭിപ്രായക്കാരനല്ല ഞാൻ. പക്ഷേ ഉറപ്പായിട്ടും നമ്മുടെ പ്രൊഫഷണലി അല്ലെങ്കിൽ ഇന്ന് ലോകം ഒത്തിരി അവിടെയാണ്, അത് ഞാൻ റിയലൈസ് ചെയ്യുന്നു. ഞാൻ ചിലപ്പോൾ അല്പം പഴഞ്ചനായിരിക്കാം, പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ ഞാൻ മനസ്സിലാക്കുന്നു ഉറപ്പായിട്ടും. ഇപ്പോൾ അത്യാവശ്യം ഭാഗമാണെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. തീരെ മോശവുമല്ല അങ്ങറ്റവും അല്ലാത്ത നടുക്ക് നിൽക്കാൻ നോക്കാറുണ്ട്. ഇപ്പോൾ ഒരു കോൺസേർട്ട് കഴിഞ്ഞ് എൻ്റെ കുറച്ച് പടങ്ങളിടുന്നു. കാരണം വെച്ചാൽ ഇന്ന് നമ്മളതിൽ ആക്റ്റീവ് അല്ലെങ്കിൽ നമ്മളില്ല എന്നൊരു ചിന്ത പൊതുവെ ഇങ്ങനെ പുള്ളി ഇല്ലോ ഇപ്പോൾ. അത് ഉറപ്പായിട്ടും അത് ഒരു കാലത്തിൻ്റെ മാറ്റമല്ലേ, ഒരു പരിധിവരെ നമ്മൾ അഡാപ്റ്റ് ചെയ്യാതെ പറ്റത്തില്ല. പക്ഷേ ഓവറായിട്ട് അതിലോട്ട് സമയം കളയുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. നടുക്ക് നിൽക്കുന്നത് കൊള്ളായിരിക്കും തോന്നുന്നു. ആദ്യം നടുക്ക് പോലും ഇല്ല, തീരെ താഴെയായിരുന്നു. ഇപ്പം അത്യാവശ്യം പുള്ളിക്കാരിയുടെ മാനേജ്മെൻറ്റ് വന്നതിന് ശേഷം നമ്മളൊന്ന് പറ്റുന്ന അറ്റ്ലീസ്റ്റ് യു ആർ പ്രസൻറ്റ്, യു ആർ ഔട്ട് ദെയർ ആസ് എൻ ആർട്ടിസ്റ്റ്, യു ആർ ഡൂയിങ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. കാരണം അതുവഴിയല്ല നമ്മുടെ മ്യൂസിക് സ്പ്രെഡാകുന്നു. അപ്പോൾ അതിന് നമ്മളതിൽ അതിലുണ്ടെന്ന് പറയുന്നതിൽ എന്താ തെറ്റെന്ന് ഇപ്പം ഞാൻ മനസ്സിലാക്കി തുടങ്ങി. പക്ഷേ നോട്ട് എവ്രിതിങ് ഞാൻ എപ്പോഴും അതിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം അത് ടൈം കില്ലറാണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ ഒത്തിരി സമയം അതിൽ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. അല്ല, ഒരു അഡിക്റ്റീവ്
നേച്ചർ നമുക്ക് പിള്ളേരിലും ഒക്കെ കാണാമല്ലോ. ഇങ്ങനെ ഇങ്ങനെ നമ്മളും എല്ലാം പെട്ടു പോകാറുണ്ട്, എല്ലാവരും ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ആൽഗോരിതത്തിന് കൃത്യമായിട്ട് അറിയാം നമുക്ക് എന്താണ് ഇഷ്ടം, അങ്ങോട്ട് കൊണ്ടുപോകും. ഇഷ്ടമുള്ള കാര്യങ്ങൾ പിന്നെയും പിന്നെയും വരും, നമ്മൾ അഡിക്ഷൻ കൂടും, അതൊക്കെ സംഭവിക്കും. പക്ഷെ എന്നാലും അതിൻ്റെ ഒരു പോസിറ്റീവ്സ് ഉണ്ടല്ലോ ഒത്തിരി. അപ്പോൾ അതുകൊണ്ട് സോഷ്യൽ മീഡിയയുടെ ഒരു വളർച്ചയൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ അതിൽ ഇപ്പം അത്യാവശ്യത്തിനുണ്ട്, തീരെ കുറവല്ല, പക്ഷെ ഓവറായിട്ടും വരാൻ എനിക്ക് ഉണ്ട് ഉറപ്പായിട്ടും. എനിക്ക് എൻ്റെ സമയമാണ്, എൻ്റെ പ്രൈവസി, എൻ്റെ പിള്ളേർ, എൻ്റെ വീട്ടുകാർ, എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ടോട്ടൽ അങ്ങോട്ട് പോകാനും ഇഷ്ടപ്പെടുന്നില്ല. രണ്ടും അത് വേണം, വേണ്ടെന്നല്ല. പക്ഷേ ഇതിപ്പോൾ ചിലപ്പോൾ തോന്നാറുണ്ട് ലൈക്സ് ഷെയർസ് എല്ലാവരും അതില്ലെങ്കിൽ പ്രശ്നം, ഡിപ്രഷൻ, എൻ്റെ അതൊരു വലിയൊരു പ്രശ്നമല്ലേ. അതിനകത്ത് ഇത്രയും കിട്ടിയില്ലെങ്കിൽ എന്തോ ഇല്ല, അങ്ങനെ ഒരു സാധനമൊക്കെ ഇൻസെക്യൂരിറ്റി കൂട്ടാനും ഒക്കെ ചില സമയത്ത് അത് കാരണമാകാറുണ്ട്. പക്ഷേ അതിൻ്റെ നല്ല വശങ്ങൾ ഒത്തിരി ഉണ്ട് താനും. അയ്യോ അതായത് കോമ്പോസിഷൻ ഭാവമൊക്കെ എനിക്കിപ്പോൾ റിലേറ്റ് ചെയ്യാൻ ഞാൻ പാടുമ്പോഴൊക്കെ ശരിക്കും മുടിയാട്ടും കടലും കണ്ടേ കലിയാടണ കാടും കണ്ടേ പൊടിമഞ്ഞും മഴയും കൊണ്ടേ ഞാനെന്ന ഭാവം മാഞ്ഞേ. ഈ ക്രിസ്മസ് ന്യൂ ഇയർ സീസൺ ആകുമ്പോൾ കൺസേർട്സ് ഒത്തിരി വരുന്നുണ്ട്. അതെ, ഡിസംബർ അത്യാവശ്യം കലാകാരന്മാർക്ക് നല്ല മാസമാണ്. ക്രിസ്മസ് പഴയ മെമ്മറീസ് എന്തെങ്കിലും ഉണ്ടോ? ക്രിസ്മസ് ഓഫ് കോഴ്സ് ഒത്തിരി നല്ല ഓർമ്മകളാണ്. ഫാമിലി ടൈം, കസിൻസ്, പിന്നെ കേക്ക് തീറ്റി, വാശിക്ക് കേക്ക് തിന്നും, കേക്ക് തീറ്റി, നല്ല ഭക്ഷണം. അമ്മ അന്ന് ഗ്രാൻഡായിട്ട് കുക്ക് ചെയ്യും. ഇങ്ങനെ രാവിലെ അപ്പം, മട്ടൺ സ്റ്റൂ വരുന്നുണ്ട്, ഉച്ചയ്ക്ക് ബിരിയാണി, പുഡിങ് വരുന്നുണ്ട്, എല്ലാം അമ്മയുടെ സ്ഥിരം റെസിപ്പീസ് ഉണ്ട്. അത് ഞങ്ങൾ മാറ്റാൻ സമ്മതിക്കത്തില്ല, അത് തന്നെ വെച്ചാൽ മതി പറയും. ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ അതൊക്കെ. പിന്നെ ഏറ്റവും വലിയ സമയമാണ്. കൂട്ടുകാരുമായിട്ടും എല്ലാവരും വീട്ടിൽ കാണാനുള്ള സാധ്യതയുണ്ട്, വെക്കേഷൻ. അപ്പം വണ്ടിയെടുത്ത് ഇറങ്ങുക എന്നുള്ളതാണ്. ഇങ്ങനെ ഇന്ന് ഇവിടെ ഇന്ന് മറ്റാളി ഇവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ കൊയേഴ്സൊക്കെ കേൾക്കാൻ ഇഷ്ടമാണ്. ചിലപ്പോൾ ക്രിസ്മസ് സീസണിൽ നല്ല കൊയ കോമ്പറ്റീഷൻസ് ഉണ്ടാകും. അപ്പോൾ ചുമ്മാ പോയിരുന്നു കേൾക്കും. അസാധ്യ കൊയേഴ്സ് ഉണ്ട്. ചിലപ്പോൾ നമ്മളെ ഗസ്റ്റായിട്ട് വിളിക്കും. അപ്പോൾ ഞാൻ അതൊക്കെ കേൾക്കാൻ പോകാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഭയങ്കര രസം. ഇല്ല, ഞാനതിൽ കുഴപ്പമില്ലായിരുന്നു. പള്ളിക്കാരികളുടെ കുഴപ്പമാണ്. ഞാൻ അങ്ങനെ ഒരു ടോട്ടൽ അങ്ങനെ ഫുൾ ടൈം അങ്ങനെ ഇത് ആളല്ല. വയറെന്ന് പറഞ്ഞാൽ ആ ഡിസിപ്ലിനിൽ പ്രാക്ടീസ് ഫുൾ ടൈം വേണം. അത് എത്ര പേര് ഒരുമിച്ച് പോകുന്നല്ലേ. അപ്പം നമുക്ക് നമ്മൾ ഉഴപ്പിയ എല്ലാം പ്രശ്നം. അപ്പം ഞാൻ മാക്സിമം കേൾക്കാനേ പോകാറുള്ളൂ. ഭാഗമായിട്ടുണ്ട്, പക്ഷെ കുറവാണ്. ഗസ്റ്റായിട്ട് പോകുന്നതിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഗസ്റ്റായിട്ട് പോകുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. ജോബ് റിയാലിറ്റി ഷോസിൽ കൂടെ ആണല്ലോ വരുന്നത്. റിയാലിറ്റി ഷോസ് ആർ സ്റ്റിൽ എ തിങ്. അപ്പൊ ഇതിന് ആർട്ടൊരു കോമ്പറ്റീറ്റീവ് ആസ്പെക്ടിൽ കാണാൻ വലിയ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞില്ലേ. ഇപ്പൊ അങ്ങനെ റിയാലിറ്റി ഷോസിൽ ഗസ്റ്റായിട്ടൊക്കെ വിളിക്കാറുണ്ട്. ഗസ്റ്റായിട്ട് ജഡ്ജ് ചെയ്യാൻ പോകാറില്ല. നെവർ, ഐ ഹവ് നെവർ ഗോൺ ഫോർ ജഡ്ജ്മെന്റ്. എന്നെ വിളിക്കാറുണ്ട്. എന്ത് കോമ്പറ്റീവ് ഞാൻ പോകാത്ത, ഞാൻ പറയില്ല എന്ന് പറയും. എത്ര പൈസ പറഞ്ഞാൽ വരത്തില്ലെന്ന് പറയും. ഒത്തിരി ഷോസിൽ വിളിച്ചിട്ടുണ്ട്. എന്തോ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് അവിടെ പോയി ഇരിക്കാനും ഇങ്ങനെ കമൻറ്റ് ചെയ്യാനും. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഡോണ്ട് ബിലീവ് ദാറ്റ് ഐ എം ക്രെഡിബിൾ ഇനഫ് ടു ഡു ദാറ്റ്. എന്തോ എൻ്റെ ചിന്ത അങ്ങനെയൊക്കെയാണ്. പിന്നെ അത് അർഹതയുള്ളവർ ഇരിക്കട്ടെ, നമ്മളെക്കാളും സീനിയേഴ്സായിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും പറയുന്നവർ അത് ഉണ്ടല്ലോ, ഇഷ്ടംപോലെ പേരുണ്ടല്ലോ. അപ്പോൾ അവർ എനിക്കെന്തോ ഭയങ്കര, ചിലപ്പോൾ നമ്മൾ ആ സ്റ്റേജിൽ നിന്ന് കേട്ട് വിഷമിച്ചൊക്കെ കാണും. അപ്പോൾ അതൊക്കെ തിരിച്ചടിക്കുന്നതായിരിക്കും. എനിക്കെന്തോ പിന്നെ ഇരുന്നാൽ സത്യമായിട്ടേ കാര്യം പറയാൻ പറ്റുള്ളൂ. എല്ലാം മനസ്സിലാകുക ചെയ്യും എന്താണ് പ്രശ്നം, ഉറപ്പായിട്ടും. ബീയിങ് മ്യൂസിഷ്യൻ പക്ഷെ അത് പറയേണ്ടി വരത്തില്ലേ, ഒരാളെ ഹേർട്ട് ചെയ്യേണ്ടി വരും. ചിലപ്പം അത് സുഖമുള്ള കാര്യമായിരിക്കില്ല നമുക്ക്. പക്ഷേ അത് ഫേക്ക് ചെയ്തിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ മോനെ, സൂപ്പർ എന്ന് പറയാനൊന്നും എനിക്ക് പറ്റില്ല. കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ അഭിപ്രായം പറയേണ്ടി വരും. അത് പറയുന്നത് പലർക്കും വേദന ഉണ്ടാക്കത്തില്ലേ. പിന്നെ അതൊരു അങ്ങനെയല്ല, ചിലപ്പോൾ ആ പുള്ളിയുടെ ആർട്ട് വേറെ രീതിയിലായിരിക്കും, വേറെ തലത്തിലായിരിക്കും അത് വരാൻ പോകുന്നത്. നമ്മൾ അവിടെ പുള്ളിയെ ഡിമോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അദ്ദേഹം അവിടെ
ആർക്ക് എങ്ങനെ അത് ബുദ്ധിമുട്ടാണെന്ന് പറയാൻ പറ്റത്തില്ല. ഐ ടോട്ടലി അവോയ്ഡ് ദാറ്റ്. ഐ ഡോണ്ട് വാണ്ട് ടു ബിക്കം എ ജഡ്ജ്. പക്ഷെ ഗസ്റ്റായിട്ട് പോകുന്നതിന് എന്ത് കുഴപ്പമില്ലല്ലോ, നമുക്ക് കേൾക്കാം, അവരെ മ്യൂസിക് കേൾക്കാം, നമുക്കും പാടാം, പോരാ. മറ്റേതെന്ന് പറഞ്ഞാൽ ഒരു വലിയ ഉത്തരവാദിത്വവും വലിയ ടെൻഷനുമാണ്. പണ്ടൊരിക്കൽ പോയിട്ടുണ്ട്, അത് തന്നെ തോമസ് അച്ഛൻ ചേതനയിലെ അച്ഛൻ നിർബന്ധിച്ചിട്ട് വിട്ടോ, തൊള്ളി വിട്ടോ, ഇപ്പോൾ ഈ ജഡ്ജ് ചെയ്താൽ കുഴപ്പം, അപ്പോൾ അച്ഛൻ ഞാൻ പോകത്തില്ല. പക്ഷേ പോയിരുന്നിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ പറയുമ്പോൾ തന്നെ അതൊരു എല്ലാ മുഖം മാറുകയും നമുക്കത് ആ ഒരു എനർജി എനിക്ക് ആവശ്യമില്ല. കാരണം അവരെ സംബന്ധിച്ചുള്ള അവരുടെ ആർട്ട് വലുത് തന്നെയാണ്. എനിക്ക് എൻ്റെ ആർട്ട് ഭയങ്കര പേഴ്സണലും വലുതാണ്. അപ്പോൾ അതിനെ എന്താ പറയുക, വിഷമിപ്പിക്കുന്ന രീതി പറയുമ്പോൾ നമുക്കൊരു കറക്ഷൻസ്, നമ്മുടെ ഗുരുക്കന്മാരെ പോലെ കാണുന്നവർ പറയുന്ന കറക്ഷൻസ് ഗുണം ചെയ്യാറുണ്ട് ഓഫ് കോഴ്സ്. പക്ഷെ എന്നാൽ ചില സമയത്ത് നമുക്ക് തോന്നും വിഷമമായി പോകും, അത് ഞാൻ ഒഴിവാക്കും. പണ്ട് കംപ്ലീറ്റ് ചെയ്തിരുന്നപ്പോൾ കിട്ടിയ ജഡ്ജ്മെന്റ് കമന്റ്സ് ഒക്കെ ഓർമ്മയുണ്ട്? ഉറപ്പായിട്ടും ഓർമ്മയുണ്ട്. ഇല്ല, ലൈക്ക് ബുദ്ധിമുട്ടൊക്കെ ആയിട്ടുണ്ട് നാച്ചുറലി. നമ്മളൊരു ഹോട്ട് സീറ്റിൽ നിന്ന് എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തന്നെ തോന്നും. പക്ഷേ ചില വാലിഡ് പോയിൻറ്റ്സ് നമ്മൾ ജീവിതത്തിലേക്ക് എടുത്ത് കറക്റ്റ് ചെയ്യാനും, ഇപ്പം ഞാൻ ആ സൂപ്പർ സ്റ്റാറിൽ ചെന്നുന്ന സമയത്ത് ഞാൻ വേറൊരു സോണിലായിരുന്നു. ഞാൻ ഉദയസമുദ്രം പാടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ നമ്മളുടെ നാട്ടിലെ പാട്ടുകൾ പാടിയിരുന്ന കുറഞ്ഞ കാലഘട്ടമാണ്. അപ്പോൾ കൂടുതൽ വെസ്റ്റേൺ മ്യൂസിക്കും ഹിന്ദി ഫോക്ക് അങ്ങനത്തെ. അപ്പോൾ ഐ വാസ് കംഫർട്ടബിൾ ദെൻ. അപ്പോൾ ഞാൻ അന്ന് റിയാലിറ്റി ഷോയിൽ വന്നപ്പോഴേക്കും നമ്മളെ നിർബന്ധിച്ചിട്ട് മലയാളം പാട്ട് പാടണം, മറ്റേ ഈ ജോണർ പാടണം ആൾക്കാർക്ക്. അപ്പോൾ ഞാൻ ആ പാടിയാൽ നന്നാവില്ല ആ സമയത്ത്. എനിക്കത് ഓരോ കാലഘട്ടമുണ്ട് നമ്മൾ പാടാൻ അന്ന് ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറയുന്നില്ല, എനിക്കിഷ്ടമുള്ളത് പാടുള്ളൂ. അപ്പോൾ ആ പ്രേക്ഷകൻ എന്നെ പുറത്താക്കുന്നെങ്കിൽ അവർ പുറത്താക്കട്ടെ, അവർക്ക് എനിക്ക് അർഹതയില്ലെന്ന് തോന്നുകയാണെങ്കിൽ അവരെന്നെ പുറത്താക്കട്ടെ, എനിക്ക് കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ പറയണ്ട, ഞാൻ പറയാറുള്ളൂ. നിങ്ങൾ അത് പിന്നെ റിയാലിറ്റി ഷോ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, ദിസ് ഇസ് നോട്ട് റിയൽ ദെൻ. ഞാനത് ശരിക്കും പ്രതിഷേധിക്കുമായിരുന്നു അകത്ത്. അപ്പോൾ ഒരു അങ്ങനെയല്ല, അത് നമ്മൾ അപ്പോൾ എല്ലാവർക്കും അറിയാം എൻ്റെ കാര്യം. ഞാൻ ചേട്ടാ എന്നെ വിടൂ, ഞാൻ ഔട്ടായി പോകട്ടെ, കുഴപ്പമില്ല. എനിക്ക് ഐ വാസ് നോ ഓക്കെ വിത്ത് ദാറ്റ്. ഇഫ് ഓഡിയൻസ് ചോസ് ദാറ്റ് ഐ എം നോട്ട് ഫിറ്റ് ഇൻ ദെയർ, ലെറ്റ് ദം ഡു ദാറ്റ്. ബട്ട് ഐ വിൽ സിങ് വാട്ട് എവർ ഐ എൻജോയ് ദ മോസ്റ്റ്. അതല്ലാതെ എനിക്ക് എൻ്റെ പരിമിതിക്കകത്തുള്ള പാട്ടേ പാടുള്ളൂ. ഇപ്പോൾ അതിൻ്റെ അകത്ത് ഫൈനൽ ലെവലിലോട്ടൊക്കെ വരുമ്പോഴേക്കും പ്രഷേഴ്സ് വരും. അപ്പോൾ നിങ്ങൾ മറ്റേ രണ്ടുപേരും ഒരുമിച്ച് പടകാളി പാടണം, മറ്റേ ഇങ്ങനത്തെ വിഷനൊക്കെ. അപ്പം ഞാൻ പറയും എനിക്ക് ആ പാട്ട് പാടാൻ പറ്റില്ല. ഞാൻ പാടി കുളവാക്കുന്നതിലും നല്ലത് പാടാതിരിക്കുന്നതാണ്. പക്ഷേ എനിക്ക് എൻ്റേതായ സ്പെഷ്യാലിറ്റി ഉള്ള ജോണേഴ്സിൽ ഞാൻ പാടിക്കോട്ടെ. ലെറ്റ് ദി ഓഡിയൻസ് ഡിസൈഡ് ആൻഡ് ഈവൻ ദി ജഡ്ജസ് ഓൾസോ. അവർ പറയട്ടെ. ഞാൻ പുറത്തു പോകാൻ തയ്യാറായി വന്ന് നിൽക്കുന്ന ആളാണ്. എനിക്ക് മുന്നും നോക്കാനില്ല എന്നുള്ളതായിരുന്നു അന്നത്തെ എൻ്റെ അപ്രോച്ച്. കാരണം എനിക്ക് ഉറപ്പാണ്, ഞാൻ പറഞ്ഞില്ല, ചെന്നത് തന്നെ അങ്ങനെ ഒരു അമ്മ തള്ളി വിട്ടത് കൊണ്ട് അവിടെ ചെത്തത്. അപ്പോഴേക്കും നമുക്ക് കിട്ടിയതെല്ലാം ബോണസ് അല്ലേ, അതുവരെ എത്തിയത് തന്നെ വലിയ സന്തോഷം. ഉറപ്പായിട്ട് ഫൈനലിൽ വരുമ്പം നഷ്ടപ്പെടുമ്പോൾ ഒരു വിഷമമൊക്കെ തോന്നും, അത് നാച്ചുറലാണ്. ചുറ്റുമുള്ള ഒരു വിഷമമില്ലെന്ന് ചോദിക്കുമ്പോൾ വിഷമമുണ്ടല്ലേ, ആ ഒരു സാധനമാണ്. പക്ഷേ അതിൽ പോട്ടടാ കേട്ടോ അടുത്ത പ്രാവശ്യം ആണല്ലേ, അപ്പോൾ നമുക്കൊരു വിഷമം, തോറ്റല്ലേ കുഴപ്പമില്ല. അതിൽ കൂടുതൽ എനിക്ക് സത്യം പറയാലോ, ഐ എം ലിറ്ററലി വാസ് ഓക്കെ വിത്ത് സെക്കൻഡ് ഓർ തേർഡ് ഓർ. അതുകൊണ്ട് തന്നെ ആ സമയത്ത് എല്ലാവരും അതിന് അതിൽ കാര്യമില്ല. നമുക്കിനി ഒത്തിരി വേറെ മ്യൂസിഷ്യൻ ഒരു റിയാലിറ്റി ഷോയിൽ ഒതുങ്ങുന്നില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിഷൻ. അങ്ങനെയല്ലല്ലോ എല്ലാവർക്കും അവർ. അപ്പോൾ ജഡ്ജ് ചെയ്യാൻ പോകുന്നതൊക്കെ അതൊരു പ്രതിസന്ധി എനിക്ക്, അതുകൊണ്ടാണ് ചെയ്യാത്തത്. വളരെ ഡിഫറെന്റ് സബ്ജക്റ്റ് ആണ്. ഒത്തിരി സ്റ്റേജ് ഷോസ് ചെയ്യുമ്പോൾ എങ്ങനെ വോയിസ് പ്രൊട്ടക്ട് ചെയ്യുന്നത് പ്രശ്നമാണ്. വോയിസ് ഉറപ്പായിട്ടും സ്ട്രെയിൻ വരും. ഫുഡ് ഹാബിറ്റ്സ് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു ഒരു സമയത്ത്. പക്ഷെ വട്ടായി പോകുന്ന മനസ്സിലായപ്പോൾ വിട്ടതാണ്. ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ കേൾക്കുന്ന ദാസേട്ടൻ ചിക്കൻ കഴിച്ചിട്ട് പാടും, മറ്റേ ചൂട് കഴിക്കില്ല, തൈര് കഴിക്കില്ല, അങ്ങനെ എല്ലാം നോക്കുമായിരുന്നു ഒരു സമയത്ത്. മറ്റേ എണ്ണ കഴിക്കില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മെൻ്റലി ഇത് ഒരു പ്രോബ്ലമായിട്ട് വന്നു തുടങ്ങി. നമുക്ക് എ സിയിലിരുന്നോ ശബ്ദം പോയി, എ സി ഒഴിവാക്കണം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് മനസ്സ് പോകും. അപ്പോൾ ഞാൻ ഒരു ദിവസം സയനോറയാണ് അതിൽ എന്നെ ഹെൽപ്പ് ചെയ്തത്. അവൾ പറഞ്ഞു, എടാ അങ്ങനെ പേടിച്ചിട്ടിപ്പം ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ
ഞാൻ എന്തായാലും വേറെ ശീലങ്ങളില്ല, സിഗരറ്റ് ആൻഡ് ലിക്കറോ. അപ്പോൾ അത് വിട്ടു. ബാക്കിയൊക്കെ ഞാൻ അത്യാവശ്യം തണുത്തത് വല്ലപ്പോഴും കഴിക്കും. ഷോയുടെ മുന്നേ ഇതെല്ലാം ഒഴിവാക്കും മാക്സിമം. കോൺസേർട്ടിന് മുന്നേ തണുത്തത് കഴിക്കില്ല. എല്ലാ സമയത്തെല്ലാം ഞാൻ കഴിക്കും. കാരണം വെച്ചാൽ നമ്മൾ സൈക്കോളജിക്കലി ഓക്കെ ആകുക എന്നുള്ളത് തന്നെ, പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കടമ. നമ്മൾ ചെയ്യാതെ ദാസാറ് ചിക്കൻ കഴിച്ചിട്ട് പാടുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളി അതുപോലെ പ്രാക്ടീസ് ചെയ്തിട്ടാണ്. അല്ല അതല്ലേ സത്യം. ഇപ്പോൾ നമ്മൾ അവർ ചെയ്ത റൊട്ടീൻസ് ഫോളോ ചെയ്യുക, മോർ ദാൻ ഫുഡ്. സത്യം പറഞ്ഞാൽ എന്തും കഴിച്ചു. SPB ചിൽഡ് ഐസ്ക്രീം കഴിച്ചിട്ടാണ് കയറുന്നത്. അപ്പോൾ ആ പുള്ളി പാടുന്നില്ലേ? ഫോറിനേഴ്സ് പാടുന്ന ബിയർ വെച്ചിട്ടാണ് പാടുന്നത്. അല്ല, അവർ തണുത്ത ചിൽ. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു പരിധിവരെ നമ്മളെ ട്യൂൺ ചെയ്യുന്ന പോലെ. കൊച്ചിലെ നമ്മുടെ വീട്ടുകാരുൾപ്പെടെ നനഞ്ഞ പടിയെ തോർത്തിയും രാസനാദിയൊക്കെ തേച്ച് ഒരിക്കലും പിള്ളേരെ അങ്ങനെ വിടണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് യൂസ്ഡ് ആക്കുക എന്നുള്ളതാണ്. കൊച്ചിലെ പോലെ തണുത്ത വെള്ളം കുടിപ്പിക്കണം, കുടിച്ച് അത് ട്യൂൺഡാകുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ശ്രദ്ധിക്കണം. ഐ ട്രൈ ടു ബി ലൈക്ക് കോൺസേർട്ടിന് മുന്നേ വളരെ സൂക്ഷിക്കാറുണ്ട്. കോൺസേർട്ട് കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ ആവും, ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കും. 2025 എങ്ങനത്തെ ഒരു ഇയർ? ബ്യൂട്ടിഫുൾ ഇയർ. എൻ്റെ 2025 ഒത്തിരി നല്ല കാര്യങ്ങൾ നടന്ന ഒരു വർഷമാണ്. മൊത്തം നമുക്കൊരു അപ്ലിഫ്റ്റ്മെൻറ്റ് കിട്ടിയൊരു വർഷമാണ് എല്ലാ രീതിയിലും, പ്രൊഫഷണലിയും. കാരണം ഒന്ന് ചില പാട്ടുകൾ പ്രതീക്ഷിക്കാം. ഇപ്പോൾ കണ്ണോട് 25-ലാണ് ഭയങ്കരമായിട്ട് കയറി വന്നത്. അപ്പം നമുക്കത് മൊത്തത്തിൽ ബെറ്ററായി നമ്മുടെ. അപ്പോൾ ഇച്ചും കൂടെ എന്താ പറയുക, എല്ലാം നല്ലതാണ്. അപ്പം 25 വാസ് കൈൻഡ് ടു മീ. നോക്കാം, ഓരോ വർഷവും അങ്ങനെ പോകുന്നുണ്ട്, കുഴപ്പമില്ലാതെ. ആരോഗ്യം ഉണ്ടാവട്ടെ, അത് ഞാൻ ഐ എം ജസ്റ്റ് പ്രേയിങ് ഫോർ ദാറ്റ്. നമ്മുടെ വീട്ടുകാരുടെയൊക്കെ ആരോഗ്യം നന്നായിട്ടിരുന്നാൽ തന്നെ പകുതി ടെൻഷൻ കഴിയും. ഞങ്ങൾ പാരൻസും എല്ലാവരും ഒരുമിച്ചാണ്, അച്ഛനും അമ്മയൊക്കെ ഓക്കെയാണ്. സന്തോഷം. ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ ഒരു നടക്കത്തില്ല. റെസൊല്യൂഷൻ എടുക്കുന്നതോറും പാളിക്കൊണ്ടിരിക്കും. ഒരു കാര്യമില്ല. എനിക്ക് എപ്പോഴും തോന്നുന്നു ഇത് നടക്കത്തില്ല. അത് അത്രയ്ക്കൊരു വിൽ പവർ എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. റെസൊല്യൂഷൻസ് ഒന്നും ഇതുവരെ വർക്കൗട്ടായിട്ടില്ല. അത്രയും ഫിക്കൽ മൈൻഡാണ് ഞാൻ. ശരിയാ. പക്ഷേ അല്ലാതെ എടുക്കുന്ന ചില തീരുമാനങ്ങൾ അടിപൊളിയായിട്ട് വരും. സാഹചര്യം എടുപ്പിക്കത്തില്ലേ, ഇനി ഇത് വേണ്ട, അങ്ങനെ വന്നിട്ടുണ്ട് ചില കാര്യങ്ങൾ. അതൊക്കെ കീപ്പ് ചെയ്യും. അല്ലാതെ ന്യൂ ഇയർ രാവിലെ എഴുന്നേറ്റിട്ട് ഇപ്പം ശരിയാക്കി കളയുന്നത് ഇന്ന് വരെ അത് നടപടിയായിട്ടില്ല. അതിനൊരു പ്രത്യേക വിൽ പവർ തന്നെ വേണം. അങ്ങനെ ചില കാര്യങ്ങൾ ഉയ്യോ എനിക്കത്ര ഇല്ല. റെസൊല്യൂഷനൊന്നും ഇല്ല, വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള പരിപാടിയാണ്.